അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു ഹെറസി പറയാം, രണ്ട് ഹെറസി പറയാം, നാല് ഹെറസിയൊക്കെ പറഞ്ഞു പിടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ അത് അന്തിച്ചിരിക്കും, എന്റെ കഴിവടാ. ഈ മനുഷ്യൻ എന്താ ഈ പറഞ്ഞു പോകുന്നതെന്നുള്ളത്. അതെന്താണെന്നറിയോ? ആദ്യം യേശു തന്തയില്ലാത്തതെന്ന് പറഞ്ഞപ്പോഴേ അവന്റെ നാക്കയിൽ പിശാച് കയറി പിടിച്ചു. പിന്നെ അവൻ പറഞ്ഞത് മൊത്തം തെറ്റിപ്പോയി. യേശു തന്തയില്ലാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ നാക്കെ കയറി പിശാച് പിടിച്ചു. പിന്നെ അവൻ പറഞ്ഞതെല്ലാം ശുദ്ധ പോഷ്കും അട്ടർ ബ്ലണ്ടറും ഹെറസീസ് ആയി മാറി. പിന്നെ ഇത് പറയാതിരിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ടിസൺ ബ്രദറിനെ നമ്മൾ മാക്സിമം ഇവർക്ക് എന്നോട് ക്ലോസ് അസോസിയേറ്റ് എല്ലാവർക്കും അറിയാം. നമുക്കൊക്കെ ടിസൺ ബ്രദറിനെ സഹകരിപ്പിക്കണം, പുള്ളിയെ മാറ്റി നിർത്തരുത് എന്നൊരു നിലപാടുള്ള വ്യക്തിയാണ് ഞാൻ. എല്ലാവർക്കും ആരും അതിനെതിരായിട്ട് ടിസൺ ബ്രദറിനെ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഇന്നേ വരെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ബിക്കോസ് ഞാൻ എന്നും എല്ലാവരും ചേർന്ന് നിൽക്കണം, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം, ഐക്യമത്യം മഹാബലം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ഇമാതിരി ഹെറസി വന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പറയാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇങ്ങനെ വേറൊരു സംഭവമുണ്ട്. ഇപ്പം ആദ്യമേ യേശു തന്തയില്ലാത്തവനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുഖത്തടി കിട്ടിയ പോലെ ഇപ്പൊ ഞാനത് നേരെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു, ഞാനിവിടെ പാനൽ ഇരിപ്പുള്ളപ്പോഴത് ഇത് പറഞ്ഞേ. എന്നിട്ട് പിന്നീട് ആൾക്കാർ പറഞ്ഞു, എന്റെ ബെഞ്ച് എവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇവൻ ഒന്നും പറഞ്ഞില്ലല്ലോ, അത് കേട്ടിട്ടെന്ന് പറയും. അതുകൊണ്ട് ഞാൻ തിരിച്ചു കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി പുള്ളി ഒരു ഹെറസി സെബലിസം പറഞ്ഞു കഴിഞ്ഞു പുള്ളി. അത് കഴിഞ്ഞിട്ട് അത് മെഴുകി എന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര തെറ്റാണ്, ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വാക്കുകൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് പുള്ളിയോട് തന്നെ നേരിട്ട് പറഞ്ഞു. അങ്ങനെ ആ തുടക്കം. പിന്നെ കംപ്ലീറ്റ് ഹെറസിയുടെ മഴയായിരുന്നു. പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യാനാ ഇത്? ഇങ്ങനെ പറയുന്ന മനുഷ്യനെ. അപ്പം മാത്രമല്ല, പുള്ളിയുടെ ഒരു സംഭവമാണ്, അതായത് നമ്മളെ ആണെങ്കിൽ വെറുതെ വന്നിട്ട് കയറി കുറ്റപ്പെടുത്തിയിട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. പുള്ളി ചെയ്ത ഒന്നും ഒരു കുറ്റമല്ല. പുള്ളിക്ക് ആരുടെ കൂടെ ഇരിക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ നമ്മളിപ്പം മാട്രിക്സിനെ ഇവിടെ ഇരുത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ്, മെട്രിക്സിനെ പോലുള്ള ഒരു പെന്തിക്കോസുകാരനെ ഇവിടെ ഇരുത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ടിസൺ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഈ ടിസൺ അപ്പുറത്ത് പോയിട്ട് നമുക്ക് കത്തോലിക്കർക്കെതിരെ റൂം ഇട്ടിട്ട് ഇവിടെ കത്തോലിക്കരെ മൊത്തത്തിൽ പറഞ്ഞു, എന്നെ 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 ഉൾപ്പെടെയാത്തവർ പറഞ്ഞു ബഞ്ചി എന്നൊക്കെയാ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ ഇവിടെ ഇരുത്തി ആരെയാ? ധർമ്മദീപ്തിയെ ഷിബു പീഡിയക്കിൽ വരെ അവിടെ പാനലിൽ കയറി ഇരുന്നു കേട്ടോ. ഷിബു പീഡിയക്കിൽ വരെ മിണ്ടിയില്ലെന്നേ ഉള്ളൂ. ഞാൻ കണ്ടു, കഴിഞ്ഞ റൂം കണ്ടു. അപ്പൊ ഷിബു സർട്ടിഫിക്കറ്റ് കൊടുത്തു ടീച്ചറിന്. ഞാൻ അല്ല, പെന്തക്കോസൽ ആണെന്ന് ഒരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാ, എന്നിട്ടാണ് പുള്ളി എന്നെ അബ്യൂസ് ചെയ്തത്. അവൻ ഒരു 100 വട്ടം ഇവൻ പെന്തിക്കോസുകാരൻ ലൈവ് പറഞ്ഞു. ഒരു പെന്തിക്കോസുകാരൻ പറഞ്ഞ് ലൈവ് ചെയ്തിട്ടുണ്ട് ഇവൻ ഈ ഷിബു പീഡിയക്കല്. പെന്തിക്കോസുകാരനായ കരിസ്മാറ്റിക്കാരനായ കത്തോലിക്ക സഭയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന എന്നൊക്കെയാന്ന് പറഞ്ഞ് എന്തൊക്കെ പറയുന്നുണ്ട് ഇവൻ ഷിബു പീഡിയക്കൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഷിബു വർത്താനം പറഞ്ഞ് ഞാൻ വിചാരിച്ചോട് മുകളിൽ കയറി ഇരിപ്പുണ്ടായിരുന്നൊക്കെ വിചാരിച്ചുള്ളായിരുന്നു. പക്ഷേ ഇവന് എന്തും ചെയ്യാൻ പറ്റി. മറ്റേ ഈ കാരണവർക്ക് അടുപ്പിൽ വകാന്ന് പറഞ്ഞു, ഇവൻ എന്തും ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് ഒരു വർത്താനം ഏതെങ്കിലും മനുഷ്യരോട് പറഞ്ഞാൽ ഉടനെ അപ്പോഴത്തേക്ക് ഇവൻ കയറി അങ്ങ് ബഹളം വെക്കും. ഇവൻ ആരെ പറയാം. അതുപോലെ തന്നെ ആഡത്തിന്റെ കാര്യം. ആഡം അപ്പുറത്ത് വാട്ട് എവർ ഇറ്റ് മേ ബി, അത് നിരീശ്വരവാദ ഒരു കോമഡി സംസാരമാണ്. അതിനകത്തിൽ ഒരു കാമ്പും കഥയുള്ള കാര്യങ്ങളല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എടുത്തോണ്ട് വന്നിട്ട് എടാ, ഇവനെതിരെ ദിവസവും സാജു കോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവന്റെ വിശ്വാസത്തെ ഇവൻ കത്തോലിക്ക വിശ്വാസമല്ല, ഇവൻ പെന്തിക്കോസ് വിശ്വാസമാണ് പറയുന്നത്. ഇവന് പെന്തിക്കോസ് ആണ് ഇവന്റെ ആശയം ഇരിക്കുന്നത്. എന്നിട്ട് ഇവൻ കത്തോലിക്ക സഭ വ്യാജമായിട്ട് പോയിക്കൊണ്ടിരിക്കുക സാജു പറയുന്നത്. അതിനെ കോൾ ഔട്ട് ചെയ്യാൻ നിൽക്കാതെ ഇവിടെ വന്ന് കത്തോലിക്കനെ ഉണ്ടാക്കാൻ വരും അവൻ. ഇങ്ങനെയുള്ളവനോടൊക്കെ ഇത് കാണുന്നതിനൊക്കെ ഒരു പരിധിയില്ല. കുറെ നാളായിട്ട് കാണുമല്ലോ ഇതിപ്പോ ഈ പരിപാടി. കാണും. അപ്പൊ മാത്രമല്ല, ഇത് എന്നാലും നമ്മൾ സഹിക്കുമെന്നേ. പക്ഷേ യേശുവിന് തന്തയില്ല. ഈ ലോകത്തെ തന്തയില്ലാത്ത ഒരുത്തനെ ഉള്ളൂ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നിന്നില്ല. പിന്നെ പറഞ്ഞ മൊത്തം ഹെറസിയ. ഒരു മിനിറ്റ് ഞാൻ എക്സ്പോസ് എന്നുള്ളത് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുവാണേ. ഈ ഡീപ് തിയോളജി എക്സ്പോസ് എന്ന് വരണം കേട്ടോ. ഡീപ് തിയോളജി. കാരണം ഇതൊന്ന് ഞാൻ ആ ക്ലിപ്സ് എല്ലാം പ്ലേ ചെയ്തിട്ട് അതൊന്ന് പറയാൻ പോവുക. കാരണം ഇത് കുറെ നാളായിട്ട് ഡീപ് തിയോളജി പറഞ്ഞുകൊണ്ട്, ഈ ഡീപ് തിയോളജി എന്താണെന്ന് എല്ലാവരും അറിയണം. കാരണം ഡീപ് തിയോളജി ഞാൻ ഒരു മാറ്റിക്കോട്ടെ. തിയോളജി ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരൊറ്റ മിനിറ്റേ. ഞാൻ ചെയ്തിട്ടുണ്ട്. മതിയോ? ഒരു മിനിറ്റ് ഞാൻ ഇപ്പം ബെഞ്ച് ബ്രദറിനാണ്. ഇത് കുറെ നാളായിട്ട് ഈ കോൾ ഔട്ട് മിനിസ്ട്രി നടത്തുമല്ലേ. അപ്പൊ ഈ പുള്ളി ഒന്ന് കോൾ ഔട്ട് ചെയ്യണമല്ലോ. ഈ പുള്ളി ഇത്രയും ഹെറസി പറഞ്ഞിട്ട് ഈ ചെറിയ ഇല്ലാത്ത കാര്യത്തിനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം ഓടി നടന്നിട്ട് എല്ലാവരെയും കോൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നടക്കും. അപ്പൊ ഈ പുള്ളി ഒരു കോൾ ഔട്ട് നടത്തിയില്ലെങ്കിൽ ഇത്രയും ഹെറസി പറഞ്ഞിട്ട്, കത്തോലിക്കന്റെ ആന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഹെറസി പറഞ്ഞിട്ട് ഈ ഡീപ് ആദ്യം വന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പ്ലേ ചെയ്യുവാന്നേ. അപ്പം ഞാൻ ആമുഖമായിട്ട് പറയാനുള്ള ഇത്രേ ഉള്ളൂ. അതായത് ടിസൺ ബ്രദറിനോട് നമ്മൾ പുള്ളിയോ സ്നേഹിക്കുന്ന വ്യക്തിയെ, സത്യം പറഞ്ഞ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹത്തോട് സ്നേഹമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ തീഷ്ണതയോട് നമുക്ക് താല്പര്യമുണ്ട്. പുള്ളി ഒറ്റയ്ക്ക് നിന്ന് അടിക്കാനൊക്കെ ഉള്ളൂ, അതിനോടൊക്കെ നമുക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ഒരു പ്രയാസമില്ല. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ പുള്ളിയുടെ കൂടെ. ഈ പുള്ളി ഒറ്റപ്പെട്ട് നിന്ന് അനാവശ്യം പറയുമ്പോൾ പോലും, മറ്റുള്ളവരെ എങ്ങനെയൊക്കെ താറടിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ പോലും നമ്മൾ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇരിക്കുന്നതും, അത് കൂടി ചേർന്ന് പുള്ളി തെറ്റ് പറയാത്തൊരു അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു കത്തോലിക്കനാണെന്നുള്ളൊരു ബഹുമാനമാണ്.
പ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്രായമുണ്ടെന്നല്ല, ഓക്കെ, എന്നെക്കാളും എന്തായാലും അദ്ദേഹത്തിന് പ്രായമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുറെ നാളായിട്ട് ഈ മിനിസ്ട്രിയിൽ ചെയ്യുന്ന ആൾ, ലൈവ് ചെയ്യുന്ന ഒരു വ്യക്തി, അറിയപ്പെട്ട ഒരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി എന്നുള്ളത് നമ്മളൊരു രീതിയിൽ പുള്ളിയെ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തോട് അനാവശ്യമായിട്ട് നമ്മൾ പെട്ടെന്ന് ദൈവത്തെ ചൂടാകുകയും ചെയ്യത്തില്ല. ചൂടായ പുള്ളി നമ്മളെ അല്ല, ചവിട്ടി ഇപ്പൊ മെതിച്ച് ഇത് ആരെ കുറിച്ചാ ബെഞ്ച് ബ്രദറെ പറഞ്ഞത്? ഈ കാര്യം, ഈ അഭിസംബോധന ആരെ കുറിച്ചാ ചെയ്തത്? ലൈവ് അല്ല ചെയ്യുന്നത്, ഇത് പ്രഗത്ഭനായ നാട്ടുകാർ അറിയുന്നത്, ഇതൊക്കെ ആരെ കുറിച്ചാ പറഞ്ഞത്? അല്ല ഞാനൊന്ന് അതിന് പറയുന്നതിന് മുമ്പേ ഒന്ന് പുകഴ്ത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അല്ല, പുള്ളി ലൈവൊക്കെ ചെയ്യാറുണ്ടല്ലോ. അധികം ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട. അല്ല, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മൾ തുനിഞ്ഞിട്ടില്ല, നമ്മൾ ഈ കോളർ മിനിസ്റ്റർ നടത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് അനാവശ്യത്തിലും അനാവശ്യത്തിലും ഒക്കെ വന്ന് വേണ്ടാത്ത കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം ഐറിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇവിടെ നമ്മൾ ജീജിക്കാരെയും പെന്തിക്കോസുകാരെയും എല്ലാം ഒരുപോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്ന ധർമ്മദീപ്തിയെ പോലും ഇങ്ങനത്തെ അവിടെ പോയിട്ട് കുത്തിരിപ്പുണ്ടാക്കുന്നവരൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജീജിയുടെ കീഴിൽ പോയിരിക്കുന്ന നാറികളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എല്ലാ രീതിയിലും ഇവന്മാർ ഒടുങ്ങിയെന്ന് കണ്ട സമയത്ത് ഐറിൻ പോയിട്ട് ഒരു കുത്തിരിപ്പുണ്ടാക്കാണ്. ഇത് കണ്ടില്ലയോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് ക്ലിപ്സ് കൊണ്ട് കൊടുത്തു. ഇദ്ദേഹം അവിടെ പോയതിന് മണിക്കൂറുകൾ പോയിട്ട് അത് മൊത്തം റെക്കോർഡ് ചെയ്തെടുത്തു. ഇത് മൊത്തം റെക്കോർഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി അതിന്റെ പേരിൽ കോൾ ഔട്ട് മിനിസ്റ്റർക്ക് ഇറങ്ങിയേക്കോ. എടാ, നിനക്കെതിരെ ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അപ്പുറത്തുണ്ട്. നീ അവിടെ പോയിട്ട് കൂട്ടുപിടിച്ച് പെന്തിക്കോസാന്റെ കൂടെ പോയിരുന്നിട്ട് നിന്റെ ലൈവ് ചാനൽ ലൈഫ് ഇൻ ലൈവ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ എടുത്ത് നോക്കുക. അവിടെ അവൻ ഏറ്റവും കൂടുതൽ കൊളാബറേഷൻ നടത്തിയിട്ടുള്ള മൊത്തം പെന്തിക്കോസാരുമായിട്ടാണ്, സാജുവുമായിട്ട്, അജു ജോണുമായിട്ട്, പിന്നെ എം കെ രാജു ഒരു പാസ്റ്റർ ഉണ്ടല്ലോ, ആ പാസ്റ്ററിന് ഉള്ള വീഡിയോ, ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരുമായിട്ട് ഇവൻ കൊളാബറേറ്റ് ചെയ്യുന്ന മുഴുവൻ അങ്ങനത്തെ കൊളാബറേഷൻസ്. അപ്പൊ ഇവന് പെന്തിക്കോസ് കൊളാബറേഷൻ ഇല്ലേ ഉള്ളൂ, നമ്മളൊന്നും പറയാൻ പോയിട്ടില്ല. പിന്നെ എപ്പോഴും പറയും ഇവരെ വിശ്വസിക്കുക, വരുന്നുണ്ട് നമ്മൾ പറയും ബ്രദറെ ഇവരെ വിശ്വസിക്കല്, ഇവർ ചതിയന്മാർ, ഇവര് നമുക്ക് പണി തരും. ഇത് സാജുവിനെ വളരെ മുക്തകണ്ഠം പ്രശംസിച്ചു. സാജുവിനെ പറ്റി എന്തോ ഒരു സാക്ഷ്യമാ പറഞ്ഞത്. നല്ല ക്രിസ്ത്യാനി, നല്ല പെന്തിക്കോസുകാരൻ. ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടില്ലയോ? കത്തോലിക്ക സഭ മൊത്തം പോപ്പുമാരെ എല്ലാം തറടിച്ചുകൊണ്ടിരിക്കുക. ഇവനെ പോയിട്ട് അവനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും അവന്റെ കൂടെ ലൈവ് ചെയ്തു. ഈ ചാനൽ ചെയ്തു, ആ പുള്ളിയുടെ ചാനലിൽ പോയി ചെയ്തു. ഇങ്ങനെ നിരന്തരം ലൈവ് ചെയ്തിട്ട് ഈ വ്യക്തിയാ. അപ്പൊ ഇങ്ങനത്തെ പണിയാണ് ഈ ടിസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കുറെ നാളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ മാട്രിക്സിനോട് വർത്താനം. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്കപ്പോഴും നമ്മുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. മാട്രിക്സിന്റെ പെന്തിക്കോസ് അനുഭവത്തെ പറ്റി കൂടുതൽ പറയുമെങ്കിലും ഇവിടുത്തെ ഇന്നത്തെ അലവലാതി പെന്തിക്കോസുകാർ പറയുന്ന പോലെയല്ല, കൂടുതലും സഭയെ പറ്റി പഠിക്കണമെന്നും അല്ലെങ്കിൽ ചർച്ച് പിതാക്കന്മാരുടെ റൈറ്റിംഗ്സ് വായിക്കണമെന്നും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകണമെന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മാട്രിക്സിനോട് സംസാരിക്കുന്നത് ഇവൻ വന്നിട്ട് വേണ്ടാന്ന് പറയാൻ ഇവൻ ആരുമല്ല. മനസ്സിലായോ? അങ്ങനെ പറയട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു പെന്തിക്കോസുകാരൻ ഇവന് പെന്തിക്കോസുകാരുടെ വർത്താനം പറയാൻ പറ്റും, കണ്ടവരുടെ എല്ലാം വിളിച്ച് വർത്താനം പറയാൻ പറ്റും. കത്തോലിക്കർക്കെതിരെ, സ്വന്തം സഹോദരന്മാർക്കെതിരെ അനാവശ്യം പറഞ്ഞിട്ട് പെന്തിക്കോസുകാരെ എല്ലാവരും കയറ്റി ശിവപിടിക്കൻ ഉൾപ്പെടെ കയറ്റി ഇരുത്തി വർത്താനം പറഞ്ഞു. നാണമുണ്ടോ ഇവന്? ഇവൻ ഒരു കത്തോലിക്കരാകുന്നത്? സ്വന്തം സഹോദരൻ എന്നെ അവിടെ ഇവൻ 4 ഹെറസി പറഞ്ഞുകൊണ്ട് ഇത് ഹെറസിയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവന് ബുഞ്ചി എന്നപ്പം വിളിക്കുന്നത്. ബുഞ്ചി, ബോഞ്ചി, വഞ്ചി എന്തൊക്കെയാണ് വിളിച്ചത്? അപ്പൊ ഒരു സഹോദരനെ, എന്നിട്ട് മാത്രമല്ല ഞാൻ ബ്രദറുകാരനാന്ന് പറഞ്ഞു. എടാ, കത്തോലിക്ക ഈ ബ്രദറൻ സഭ ജനിച്ച് വളർന്ന വ്യക്തി, ഞാൻ ആ വിശ്വാസം വിട്ട് എന്റെ വീട്ടുകാരെയും എന്ന് പറഞ്ഞാൽ എന്റെ എക്സ്റ്റൻഡഡ് ഫാമിലീസ്, എന്റെ ഫാമിലി മുഴുവൻ വന്നു, എന്റെ എക്സ്റ്റൻഡഡ് ഫാമിലീസിനെയും എന്റെ സഭയും എല്ലാ സമൂഹത്തെ വിട്ട് കത്തോലിക്ക സഭയെ വന്ന എന്നെ ഇന്നും ബ്രദറുകാരനെ വിളിക്കുന്ന നിനക്ക് നാണം ഉണ്ടോടാ? നീ ഒരു കത്തോലിക്കൻ തന്നെയാണോ? അപ്പൊ നിന്റെ ഉള്ളിനുള്ളിൽ എന്ത് ആത്മാവാ ഉള്ളത്? അപ്പൊ ആ ആത്മാവാണ് ആദ്യം കേൾപ്പിക്കാൻ പോകുന്നത്. ഞാൻ അത് കേൾപ്പിക്കാം. ഇവന്റെ ഉള്ളിലുള്ള എന്തോ ആത്മാവാണെന്നുള്ളതാണ് അവൻ ആദ്യം പറഞ്ഞത്. അവിടെ മുതലേ പിശാച് ഇവന്റെ വായി കയറി പിടിച്ചു, അവർ നാക്കെ കയറി പിടിച്ചു. പിന്നെ പറഞ്ഞ മൊത്തം ഹെറസിയ. ഞാൻ ആദ്യത്തെ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നുണ്ട്. ചോദ്യം ചോദിക്കട്ടെ ബെഞ്ച് ബ്രോ? ചോദിച്ചു. അല്ല, എനിക്ക് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ ഔസേ പിതാവ് യേശുവിന്റെ ആരാണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു. താഴെ പോയിരുന്നു. യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിന് വിട്ടുവായി. അപ്പൊ ഇവരെ ഇപ്പൊ ഒരാളെ നമുക്ക് കപ്പലില്ലാത്തെന്ന് വിളിക്കാൻ റൈറ്റുണ്ട്. ലോകത്തിലൊരു മനുഷ്യനെ നമ്മൾ തന്തയില്ലാത്തെന്ന് വിളിക്കാനുള്ള റൈറ്റ് ഇല്ല. കാരണം എന്താണ്? പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ തന്തയില്ലാത്ത ഒറ്റ മനുഷ്യനെ ഈ ലോകത്തുള്ളൂ, യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവിൽ ഗർഭധരിച്ച. ബാക്കി എല്ലാവരും ഏത് അപ്പൻ ആരാണെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരപ്പനുള്ളവൻ. അപ്പൊ നമ്മൾ ഒരാൾ തന്തയില്ലാത്തതിനെ കുറിച്ച് വളരെ വ്യക്തമായ പാപമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവർ വായെടുത്താൽ ഇത് തന്നെയാ പറയുന്നത്. ഞാൻ താഴോട്ട് പോവാണ്. ഇവനെന്തൊക്കെയോ മണ്ടത്തരം വിളിച്ചു പറയാൻ. ഓക്കെ, അപ്പൊ കേട്ടില്ല, വ്യക്തമായിട്ട് കേട്ടില്ല. ഇതാണ് ആദ്യം പറഞ്ഞത്, തന്തയില്ലാത്ത ഒറ്റ വരുത്ത്. ബാക്കി ലോകത്തുള്ള എല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ തന്തയുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പനെ അപ്പൊ ഉദ്ദേശം എന്താ പറയുക? അപ്പനെ അറിയാത്തവൻ. അപ്പൊ എന്താ പറയാ? അപ്പനെ അറിഞ്ഞോ അറിയാതെ അപ്പനുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൻ ഉണ്ടെന്നറിയാം, അല്ലെങ്കിൽ അപ്പൻ ഇല്ലെങ്കിലും അപ്പൻ ഇല്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പൊ അവന് അറ്റ്ലീസ്റ്റ് ഒരു അപ്പനുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആയത് അപ്പനാന്ന് അറിയത്തില്ല, പല അപ്പന്മാർ എന്നുള്ള രീതിയിൽ. അപ്പൊ അപ്പനെ അറിയാത്തവനാണ്. എന്നാൽ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ക്ലാരിറ്റി എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പൊ യേശുക്രിസ്തു അപ്പനെ അറിയാത്തവനാണോ?
അതാ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. യേശു ക്രിസ്തുവിനെ അപ്പൊ ലോകത്തെല്ലാവർക്കും അപ്പൻ അറിഞ്ഞോ അറിയാതെ അപ്പനുണ്ട്. അപ്പൊ നമ്മൾ യേശു ക്രിസ്തു അപ്പനെ അറിയാത്തവനാണോ? യേശു ക്രിസ്തു അപ്പൻ ഇല്ലെന്ന് അപ്പനെന്ന് പോലും അല്ല പറഞ്ഞത്, തന്ത ഇല്ലാത്തവനാ പറഞ്ഞത്. ഇതാ ഇവൻ ഉപയോഗിച്ച വാക്ക്. ഇത് പറഞ്ഞോണ്ടേ മെട്രിക്സ് നേരെ താരോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, മെട്രിക്സ് നേരെ താറിങ്ങിട്ട് പറഞ്ഞു ഇവൻ മണ്ടത്തരം പറയുന്നത് പറഞ്ഞിട്ട് ഞാനും അവിടുന്ന് എക്സിറ്റ് ആയി പോയി. പിന്നെ പോയിട്ട് പിന്നെ വിചാരിച്ചു ഞാൻ അവിടെ നമ്മുടെ ഗ്രൂപ്പിൽ പോയിട്ട് മറ്റേ ഇങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് ഒരു കമന്റ് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മനസ്സിൽ തോന്നി ഞാനിവിടെ പോയി ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ആൾക്കാർ പറയത്തില്ലയോ, കാരണം ഇവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇവൻ ഇത് പറഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഇത് ഡിസോൺ ചെയ്തില്ല, അത് വലിയൊരു കുറ്റമല്ലേ? അതുകൊണ്ട് തിരിച്ചു കയറി വന്നിട്ട് പറയാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ അതിനേക്കാളും ഭയങ്കര സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ സെബലിനിസം അടിച്ചു വിടുന്നത്. അടുത്ത നോക്കണം, അടുത്തതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വന്ന് കയറിയപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അടുത്തത്. ഞാൻ അടുത്ത പ്ലേ ചെയ്യാം. അതാണ് ഇവിടുന്ന് സെബലിനിസം എന്ന ഹെറസി. അതായത് പിതാവ് തന്നെ പുത്രൻ, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പുത്രൻ തന്നെ പിതാവ്, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ്. ഇത് സെബലിനിസം എന്ന ഹെറസിയാണ്, മോഡലിസം എന്ന ഒരു ഹെറസിയാണ്. അതാണ് രണ്ടാമത് ഇവിടുന്ന് പറഞ്ഞത് വിളിപ്പിച്ചത്. കേട്ടോ, യേശു ക്രിസ്തുവിന്റെ അപ്പൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. അത് മാനുഷികമായ തലത്തിലുള്ള ഒന്നല്ല. അത് ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് യേശു ക്രിസ്തു സ്വയം പൂജാതനായി തീരുവായിരുന്നു. അല്ലാതെ യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്, ദൈവം തന്നെയാണ്. അപ്പൊ ദൈവം സ്വയം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ശരീരം തീരും. യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തു തന്നെയാണ് യഹോവ. കേട്ടല്ലോ, ബാക്കി. അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തന്തയില്ലാത്തവെന്ന് വിളിച്ചാൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ അവർ യേശു ക്രിസ്തുവിനെയാണ് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവെന്നോ ചെയ്തല്ലോ കേൾക്കുന്നുണ്ട്. ഒന്ന് പോവാൻ പരിശുദ്ധാത്മാവ് തന്തയില്ലാത്ത ആളാണ് യേശു ക്രിസ്തു എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ അത് ക്ലിപ്പെടുത്ത് കോളറങ്ങി, ഒരു കുഴപ്പമില്ല. യേശു ക്രിസ്തു അല്ലേ പരിശുദ്ധാത്മാവ്? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു തന്നെയാണ് യഹോവ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ്, ട്രിനിറ്റി ത്രിയേകത്തിൽ. യേശു ക്രിസ്തു തന്നെയാണ് യഹോവ, യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലായി? കത്തോലിക്ക തിയോളജി എങ്ങനെ പഠിപ്പിക്കുന്നതാണ് പറയുന്നത്, കേൾക്കാം. ഉസിയ എന്ന സത്താപരമായി ഒറ്റ ദൈവമേ. അപ്പോ അതിനെ സത്തയുടെ കണ്ണിലൂടെ കാണുമ്പോൾ യഹോവ തന്നെയാണ് യേശു ക്രിസ്തു, യഹോവ തന്നെയാണ് പരിശുദ്ധാത്മാവ്, യഹോവ തന്നെയാണ് പിതാവായി. ഊസ്യാപരമായിട്ട് സത്താപരമായിട്ട് നോക്കുന്ന യഹോവ തന്നെയാണ് പരിശുദ്ധാത്മാവ്, യേശു തന്നെയാണ് യഹോവ. ഇങ്ങനെ അല്ല സഭ പറയുന്നത്. എന്ന് പറഞ്ഞാല് ഊസിയ എന്ന് പറയുമ്പോൾ ആ ഊസിയയിൽ നിന്നാണ് 3 ഹൈപ്പോസ്റ്റസിസ് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഊസിയ എന്ന് പറഞ്ഞത് തന്നെ എന്ന് പറഞ്ഞാൽ അത് വാട്ട് ഈസ് വിച്ച് എന്താ, പിതാവ് എന്താണ് അത് തന്നെയാണ് പുത്രൻ. അല്ല പിതാവ് പുത്രനാണെന്നല്ല പറഞ്ഞത്, പിതാവ് അല്ല പുത്രനല്ല പരിശുദ്ധാത്മാവെന്ന് അപ്പുറത്ത് പറയുന്നത്. ഇവിടെ പറഞ്ഞത് പിതാവ് എന്താണോ, വാട്ട് ഇസ് ഇസ് മേക്ക്, അത് തന്നെയാണ്. ഊസിയ കംപ്ലീറ്റ്ലി പിതാവ് തന്നെയാണ്, പിതാവ് എന്താണോ അത് തന്നെയാണ് പുത്രൻ എന്നുള്ളത് പറയുന്നത്. അല്ലാതെ പിതാവാണ് പുത്രൻ, പുത്രനാണ് പരിശുദ്ധാത്മാവ് എന്നല്ല പറയുന്നത്. അപ്പൊ ഇവൻ പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നാ പറയുന്നത്. കേക്ക്, യഥാർത്ഥ ട്രിനിറ്റി എന്താണെന്ന് അറിയത്തില്ലാത്ത മെട്രിക്സ് നീ ഈ അറിയില്ലാത്തത് അഭിപ്രായം പറയണ്ട. ഇവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം ചെയ്തു, നിനക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഈ ഓഡിയൻസിനോട് നിനക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു. ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞത് ഈ യാഹ്വേ യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറയുന്നത് ശരിയാണ്. യേശു ക്രിസ്തു ആണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ഹെറസിയ, മണ്ടത്തനോ? അതായത് ഈ അവിടെ പെന്തിക്കോസുകാരെന്ന് വിളിക്കുന്ന മാട്രിക്സിന്റെ കാര്യം മനസ്സിലായി. പെന്തിക്കോസുകാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന മാട്രിക്സ്, നീ ഇറങ്ങിപ്പോടാ, നിനക്ക് എന്ത് തിയോളജി ആയിരുന്നത്, മാട്രിക്സിന്റെ കാര്യം മനസ്സിലായി. യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഹെറസിയാണ് എന്നുള്ളത് മാട്രിക്സ് പറഞ്ഞു. പക്ഷെ ഈ മനുഷ്യന് മനസ്സിലായില്ല. കത്തോലിക്ക സഭയുടെ CCCയില് ട്രിനിറ്റിയെ കുറിച്ചുള്ള എഴുതി വെച്ചിരിക്കുന്ന ആദ്യത്തെ കന്യകയിൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതിന് രണ്ടാമത്തെ കന്യകയിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റും പറഞ്ഞു. അപ്പൊ ഇത് കേട്ടോ, അതായത് CCC പറയുന്നത് 253 254 പുള്ളി ഉദ്ദേശിക്കുന്നത്. ആദ്യം പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ CCCയിൽ കോൺട്രഡിക്ഷൻ പറയുന്ന ഇദ്ദേഹം പറയുന്നത് പിന്നീടും പറയുന്നുണ്ട്. ഞാൻ പിന്നെ വേറൊരു ക്ലിപ്പ് ഉണ്ട്, അതുകൂടി ഞാൻ കേൾപ്പിക്കാം. അപ്പൊ കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രണ്ടും ഒരേപോലെ നമ്മൾ മനസ്സിലാക്കും. അപ്പം നിനക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ നീ അഭിപ്രായം പറയാൻ വേറെ, ഞാൻ അത് CCC വേണം വായിക്കും. അറിയാവുന്നതല്ലേ അത് മണ്ടത്തനെന്ന് പറഞ്ഞത്, അത് മോഡലിസം. നിനക്ക് കത്തോലിക്ക സഭ നിനക്ക് എന്തെങ്കിലും വീടുണ്ടെങ്കിൽ നീ ഇന്ന് അപ്പസ്തോലിക ചർച്ച ഉപേക്ഷിച്ച് അപ്പസ്തോലിക ചർച്ചയിലേക്ക് വന്നേ. ഇത്രയും കേട്ടിട്ടും നിന്റെ തലക്കകത്തേക്ക് ഒന്നും കയറും. നീ ഇപ്പോഴും പെന്തക്കോസ് അനുഭവം യേശുക്രിസ്തുവിനെ തന്തയില്ലാന്നൊക്കെ വിളിക്കുവാണെങ്കിൽ അത് ഹെറസി അല്ലേ? യേശുക്രിസ്തുവിനാണോ നീ ഒന്ന് തന്തയാണോ, യേശുക്രിസ്തുവിന്റെ തന്തയാണോന്ന് നീ പറഞ്ഞത്, അപ്പനാണോന്ന് പറഞ്ഞത്? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ.
യേശുക്രിസ്തുവിന്റെ അത് ദൈവത്തെ പിതാവെന്ന് നമ്മൾ കാണണം. ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും പിതാവ് ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു കുറ്റബോധമില്ല. നീ കൂടുതൽ മക്കൾ നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിനക്ക് വിവരമില്ലെങ്കിൽ നീ പെന്തക്കോസ്തുകാരനെ ക്രിസ്തുവിന്റെ ഭൂമി പോയി. യേശുക്രിസ്തു തന്നെയാണ് പിതാവ്. നമുക്കിനി അതിന്റെ യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്. കേട്ടല്ലോ, യേശുക്രിസ്തു തന്നെയാണ് പിതാവ്, യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്. അത് CCD ആണെങ്കിൽ വായിച്ചു. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നു. അത് വൺ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഹോളി ട്രിനിറ്റിയിൽ ത്രിയേകത്വം എന്ന് പറയുമ്പോൾ ശിഷ്യ എന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് ഇതിനെ പോലുള്ളവരുടെ ഇത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ കയറി വരുന്നത്. ഞാൻ ഇത് കേട്ടില്ല ആക്ച്വലി. ഇത് ഞാൻ പിന്നീട് റീപ്ലൈ കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. ഞാൻ കയറി വന്നപ്പം സിഹിച്ചാൻ ഇവിടെ നിന്നിട്ട് പുള്ളി അവിടെ ഓൾറെഡി സിസിന്ന് വായിച്ചപ്പോൾ എന്ത് ചെയ്തു, അവിടെ പറയുന്നുണ്ട് പിതാവ് എന്താണോ അത് തന്നെയാണ് പുത്രൻ എന്താണോ അതാണ്. അങ്ങനെ പറയുന്നില്ല പിതാവാണ് പുത്രനാണ് പരിശുദ്ധാത്മാവ് എന്നല്ല. സിഹിച്ചാൻ അത് പിന്നെ സിഹിച്ചാൻ ഇംഗ്ലീഷിലും വായിച്ച് ഏൽപ്പിച്ചു. അപ്പൊ സിഹിച്ചാൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നീ പറയുന്ന പോലെ അല്ല, ഇത് ഇങ്ങനെയാ പറഞ്ഞതെന്ന് സിഹിച്ചാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൻ വായിച്ചപ്പോൾ ഇവൻ മനസ്സിലായി, ഇവൻ പറഞ്ഞ തെറ്റിപ്പോയെന്ന് മനസ്സിലായി. പിന്നെ ഇരുന്നങ്ങ് മെഴുകലാണ്. മനസ്സിലായോ? പറഞ്ഞത് തെറ്റിപ്പോയി. പിതാവാണ് പുത്രൻ. CCC വായിക്കുമ്പോൾ പിന്നീട് വായിക്കുന്നത് കൃത്യമായിട്ട് പിതാവ് എന്താണോ അതാണ് പുത്രൻ എന്താണോ അത് സത്താപരമായിട്ടുള്ള കാര്യത്തെ പറ്റിയാണ്, ഊസിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അത് ഇംഗ്ലീഷ് വായിച്ചപ്പോഴും സീജാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കോൺട്രഡിക്ഷൻ ഇല്ല എന്നുള്ളത് സീജാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പറയുമ്പോഴാണ് ഞാൻ ആക്ച്വലി കയറി വരുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ആദ്യമേ പറഞ്ഞത്, ഞാൻ മുമ്പേ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു മൂന്ന് ഹെറസിസ് എന്നാ പറഞ്ഞു. കാരണം ഒന്ന് ഞാൻ എക്സ്ട്രാ പറയാതിരുന്നതിന്റെ കാരണം ഇവൻ തന്നെ പറഞ്ഞു ഇത് സ്ലിപ്പ് ഓഫ് ടങ് ആണെന്ന് പറഞ്ഞു. അതായത് ദൈവങ്ങൾ എന്ന് പറഞ്ഞത് ട്രൈത്തീസം എന്നുള്ള ഒരു ഹെറസി ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് കിട്ടുകൊടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ദൈവങ്ങൾ എന്നുള്ളത് പുള്ളി, പക്ഷേ ഇത് പിന്നീട് ഇന്നലത്തെയും കേൾക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ 4 ഹെറസി നമ്മൾ എടുക്കുക. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഒരു പോക്രിത്തരമായിരുന്നു. എന്ത്? യേശുക്രിസ്തുവിന്റെ തന്തയില്ലെന്ന് പറഞ്ഞ ഒരു പോക്രിത്തരം ആദ്യം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഈ പിശാച് ഇവന്റെ നാക്കെ കയറി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞ മൊത്തം ഹെറസി. ആദ്യത്തെ ഹെറസിയാണ് ഇപ്പൊ കേട്ടത്, പിതാവാണ് പുത്രനാണ് പരിശുദ്ധാത്മാവ്. അത് കഴിഞ്ഞിട്ട് ഇവൻ CCC എടുത്ത് വായിപ്പിച്ചു. സീജാനും ഉണ്ടായിരുന്നു. സീജാൻ കൃത്യമായിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടിട്ടും ഇവന് തെറ്റുപറ്റിയെന്ന് ഇവനൊരു ബോധ്യമില്ല. ഈ തെറ്റ് തിരുത്താനൊരു താല്പര്യമില്ല. ഇതെന്തൊരു മനുഷ്യനാണ്? ഒരു മനുഷ്യൻ തെറ്റുപറ്റി, ഞാൻ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റുപറ്റി അവൻ നേരെ തിരുത്തിയങ്ങ് പോകായിരുന്നു. ഞാൻ അത് നാക്കുപിഴയാന്ന് പറഞ്ഞു പോകായിരുന്നു. അതായത് പിതാവ് എന്താണോ അത് പുത്രനാണെന്ന് പറഞ്ഞതിന് പകരം അത് വീണ്ടും തന്നെ അത് തന്നെ റീട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കണ്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇതാണ് ആദ്യത്തെ. അപ്പൊ ഒരു ഹെറസി നിങ്ങളിവിടെ കേട്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഹെറസി ആരോപണം അദ്ദേഹത്തിന് വെറുതെ കെട്ടിച്ചമച്ചല്ല, ഇദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത ഭാഗം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോയാണ് അടുത്ത പറയുന്ന ശുദ്ധ അരിയനിസമാണ്. അരിയനിസം എന്ന ഒരു ഹെറസി ആദിമസഭ, പ്രത്യേകിച്ച് നിക്കായ കൗൺസിലിൽ, അത് അരിയനിസം എന്ന് പറഞ്ഞാൽ വളരെ നാൾ സഭയെ ബാധിച്ച ഒരു ഹെറസിയാണ്. ബേസിക്കലി തുടക്കത്തിൽ അരിയനിസം നമ്മൾ നിക്കായ കൗൺസിൽ അത് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് കപ്പദോഷ്യൻ ഫാദേഴ്സ് അത് ശക്തമായിട്ട് അതിനെ എതിർത്ത് കൃത്യമായി ട്രിനിറ്റേറിയൻ വ്യൂ എന്താണെന്നുള്ളത് സഭയുടെ കൃത്യമായ ഡോക്മ അത് ഡിക്ലെയർ ചെയ്താണ്. അതങ്ങനെയാണ് ആ ക്രീഡ് തന്നെ ഉണ്ട്. കപ്പഡോഷ്യൻ ഫാദേഴ്സ് ആണ് അതിന്റെ ഹീറോസ്. ഓക്കെ, അപ്പം ഇവര് അത് ഡിക്ലെയർ ചെയ്തിട്ട് പോലും നിക്കായ കൗൺസിലിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ട് പോലും ഏറിയൻ ഹെറസി ഒരു ഹെറസിയാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ട് ശപിച്ച് തള്ളിയിട്ട് പോലും ഈ അരിയൻ ഹെറസി പിന്നെയും അന്ത്യോക്യൻ സഭയൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അന്ന് ഉണ്ടായിരുന്ന യൂസ്താത്യോസ് പിന്നെ ഒരു ഹെറസിയിലേക്ക് അദ്ദേഹം പോയി. അതിനുശേഷം വന്ന ഒരു അഞ്ചോ ആറോ പാത്രികസ്മാർ ഈ അരിയൻ ഹെറസി ഹോൾഡ് ചെയ്യുന്നവരായിരുന്നു അന്ത്യോക്യ സഭയിൽ. അപ്പൊ ഈ അരിയൻ ഹെറസി പിന്നെയും ഈ സഭയെ ബാധിച്ചു. വളരെ പിൽക്കാലത്തും എന്ന് പറഞ്ഞാൽ ഈ 10-12 കൗൺസിലുകൾ വരെ ഈ വിഷയം വീണ്ടും നമുക്ക് ഇത് അഡ്രസ് ചെയ്യേണ്ടതായിട്ടൊരു കാര്യം വന്നു. കാരണം എന്ന് വെച്ചാൽ പല രീതിയിൽ സബോർഡിനേഷൻ എന്നുള്ള നിലയിൽ പല രൂപത്തിൽ വകഭേദത്തിൽ ഈ ഒരു ഹെറസി വീണ്ടും വന്നു. ഇതിന്റെ പല ആസ്പെക്ട്സ് വന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ് ഇന്ന് അടുത്ത ടിസൺ പറഞ്ഞത്. അത് ഞാനത് പ്ലേ ചെയ്യാം. ടിസൺ പറഞ്ഞു കേൾക്കാം. ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ നമുക്ക് ഒരു ദിവസം ഈ വിഷയം ഒന്ന് താങ്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സൗഹൃദപരമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഈ ഇത്രയും താങ്കൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ചില ക്വസ്റ്റ്യനുകളുണ്ട്. ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് പിതാവിൽ കേൾക്കണം. ഇദ്ദേഹത്തിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വളരെ വിശദമായിട്ട് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വിഷയം ഇതാണ്. ഈ സഭ പറഞ്ഞു വെച്ചതിന്റെ അപ്പുറത്തേക്ക്, ഈ സഭ പറഞ്ഞു വെച്ചതിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോകാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. സഭ പറഞ്ഞു വെച്ചേക്കുന്നതിന്റെ അപ്പുറം, ഇത് പറഞ്ഞതിന് അതിനപ്പുറത്തേക്ക്, ഈ അപ്പുറത്തേക്ക് പോകാൻ ഇവരോട് ആരാ പറഞ്ഞത്? ഈ അപ്പുറത്തേക്ക് പോകുമ്പോഴായി ഹെറസി പോയി പതിക്കുന്നത്. മനസ്സിലായോ? സഭ കൃത്യമായിട്ട് നിർവഹിച്ച് വെച്ചേക്കുന്ന കാര്യം അത് അപ്പടി പഠിച്ചാൽ മതി. അതിനപ്പുറം പോകേണ്ട ആവശ്യമില്ല. കാരണം 2000 വർഷമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത്. സഭ കൗൺസിൽ കൂടി ഡിക്ലെയർ ആയിട്ടുള്ള ട്രൂത്ത് ആയതൊക്കെ. അതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഡീപ് തിയോളജിയിലേക്ക്. എന്തോ ഡീപ് തിയോളജി, ഈ ഡീപ് തിയോളജി പറയുമ്പോൾ ഇത്ര ഹെറസി വന്നത്. ഇനി കേട്ടോ എന്താ പറയുന്നത്? പുറപ്പെട്ട എന്ന സെന്റൻസ് അല്ലെങ്കിൽ ജനിച്ചവൻ എന്ന സെന്റൻസ് ഒരു കേവല കത്തോലിക്ക വിശ്വാസത്തില് ക്രിസ്ത്യൻ വിശ്വാസം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഡീപ്പായ തിയോളജിയിലേക്ക് വരുമ്പോൾ അപ്പം യേശുക്രിസ്തു പുറപ്പെടുന്നതിന് മുമ്പ്
യേശു ക്രിസ്തു എവിടെയായിരുന്നു? അപ്പൊ യേശു ക്രിസ്തുവിനോട് ടൈം റിലേറ്റഡ് ആണ്, ലോഗോസ് ടൈം റിലേറ്റഡ് ആണ്. കേട്ടോ? അത് യേശുക്രിസ്തു എന്ന് മാത്രമല്ല ലോഗോസ് എന്നും പറഞ്ഞു, അതായത് സെക്കൻഡ് പേഴ്സൺ ഓഫ് ട്രിനിറ്റി. അതായത് യേശുക്രിസ്തു ജനിച്ചെന്നുള്ള കാര്യമല്ല പറഞ്ഞത്, യേശുക്രിസ്തു ലോഗോസ് എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ? അതൊന്നുകൂടി ഞാൻ പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ യേശുക്രിസ്തു ആണെന്ന് മാത്രം പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിക്കുക, അത് വേണ്ട. കൃത്യമായിട്ട് ലോഗോസ് എന്ന് പറയുന്നുണ്ട്. മുമ്പ് യേശു ക്രിസ്തു കേവല കത്തോലിക്ക വിശ്വാസത്തില് ക്രിസ്ത്യൻ വിശ്വാസം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഡീപ്പായ തിയോളജിയിലേക്ക് വരുമ്പോൾ അപ്പം യേശു ക്രിസ്തു പുറപ്പെടുന്നതിന് മുമ്പ് യേശു ക്രിസ്തു എവിടെയാണ്? ഒന്ന്, യേശുക്രിസ്തു പുറപ്പെടുന്നതിന് മുമ്പ്, ഇത് പലതവണ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ പുറപ്പാടല്ല, പ്രൊസഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. യേശുക്രിസ്തു ജനിച്ചവനാണ്, പുറപ്പെടലല്ല. ഇതുപോലും അറിയത്തില്ല ഇവൻ എന്നാ മണ്ണാങ്കട്ടായി പറയുന്നത്? യേശുക്രിസ്തു പുറപ്പെട്ടെന്ന്, എവിടുന്ന് പുറപ്പെട്ടെന്നാ പറയുന്നത്? പുറപ്പെടലല്ല, പുറപ്പെടൽ ഹോളി സ്പിരിറ്റിന്റെ ആണ്, പ്രൊസഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. പക്ഷേ യേശുക്രിസ്തു അല്ലത് സെക്കൻഡ് പേഴ്സൺ ഓഫ് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ അതായത് പുത്രൻ തമ്പുരാൻ ജനിച്ചു എന്നാ പറഞ്ഞത്. പിതാവിൽ നിന്നും ജനിച്ചവൻ, സർവ്വസൃഷ്ടിക്ക് മുമ്പേ. അപ്പം സർവ്വസൃഷ്ടിക്ക് മുമ്പേ, സർവ്വകാലങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്നും ജനിച്ചവനാണ്, പുറപ്പെട്ടവനല്ല. പുറപ്പെട്ടവൻ പരിശുദ്ധാത്മാവാണ്, രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് ആ വ്യത്യസ്തമായ ടേംസ് തന്നെ. ഇപ്പൊ നമ്മൾ ഈ ട്രിനിറ്റേറിയൻ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ടേംസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് വായി തോന്നുന്ന എന്തും പറയാൻ പറ്റത്തില്ല. ഇവിടെ സഭ കൃത്യമായിട്ട് ഈ ടേംസ്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുകളുടെ വ്യത്യാസത്തിൽ ആ സഭ പലരെയും ഹെററ്റിക്സ് ആയിട്ട് ശപിച്ച് തള്ളിയിട്ടുള്ളത്. അതായി 2000 വർഷത്തെ ചരിത്രം കാണുന്നത്. വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടൊന്നും വിളിച്ചു പറയാൻ പറ്റത്തില്ല. പ്രൊസഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. പുറപ്പെട്ടവൻ പരിശുദ്ധാത്മാവാ, പുറപ്പെട്ടവൻ യേശുക്രിസ്തു അല്ല, അല്ലെങ്കിൽ പുത്രൻ തമ്പുരാനല്ല, പുത്രനല്ല. അത് പുത്രൻ ജനിച്ചവനാ. സർവ്വ സൃഷ്ടിക്ക് മുമ്പേ പിതാവിൽ നിന്നും ജനിച്ചവൻ, പിതാവ് ജനിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് അവിടെ സബോർഡിനേഷൻ ഇല്ലാതെ വരുന്നത്. പിതാവ് ജനിപ്പിച്ചവനല്ല, പിതാവിൽ നിന്നും ജനിച്ചവനാണ്, സൃഷ്ടി അല്ലാത്തവനാണ്. അപ്പൊ ജനിപ്പിച്ചവനാണെങ്കിൽ സൃഷ്ടിയാന്ന് പറയായിരുന്നു. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് സൃഷ്ടി അല്ലാത്തവരൊന്ന് സഭ കൃത്യമായിട്ട് നിർവചിക്കുന്നത്. ഏത് ക്രീഡിനകത്ത് നിർവചിക്കുന്നത്? അപ്പൊ പിതാവിൽ നിന്നും ജനിച്ചവനാണ്, പുറപ്പെട്ടവനല്ല. എന്തൊക്കെ അബദ്ധങ്ങളായി പറയുന്നത്, ഒന്നുകൂടെ കേൾക്കാം. ഒരു മിനിറ്റ് പറഞ്ഞു. മുമ്പേ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഡീപ് തിയോളജി എന്തുകൊണ്ട് പറയുന്നു, സഭ പഠിപ്പിച്ചതിനപ്പുറം പോകുന്നു. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും പിന്നെ ബെഞ്ച് ബ്രദർ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പ്രവണത? അതായത് പുസ്തകത്തെ ആശ്രയിച്ച്, പുസ്തകം വ്യാഖ്യാനിച്ച് സ്വയമായിട്ട് തിയോളജി സൃഷ്ടിക്കുന്ന ഒരു പ്രവണത വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത റൂമുകളിലൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ ആ സ്പിരിറ്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ തൃപ്തി വരുന്നില്ല പുള്ളിക്ക്. സഭ പഠിപ്പിച്ചത് കൊണ്ട് പുള്ളിക്ക് തൃപ്തി വരുന്നില്ല. അതിനപ്പുറം എന്തുണ്ട്, അതാണ് പുള്ളി പഠിക്കുന്നത്. എങ്കിലല്ല പുള്ളി പിടിക്കാനാകത്തുള്ളൂ. ഇതിപ്പം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് 10, 1500, 1800, 2000 വർഷമായിട്ട് പഠിച്ച തിയോളജി ഒന്നും പുള്ളിക്ക് പോരാ. സഭാപിതാക്കന്മാർ കൊടുത്തൊന്നും പോരാ പുള്ളിക്ക്. അത് ഇനി പുതുതായിട്ട് ഇനിയും സഭാ ഹിസ്റ്ററിയില് ഹിസ്റ്റന്റെ വ്യാഖ്യാനം എന്നൊക്കെ ഡീപ്പ് വേണം. അതാണ് ഇത്. നമ്മളപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്പിരിറ്റ് വരുന്നത് പെന്തക്കോസ്റ്റ് സ്പിരിറ്റ് ആണ്. അതുകൊണ്ട് അതല്ല ഇയാൾ ഈ പെന്തക്കോസ്റ്റുകാരെ സ്ഥിരമായിട്ട് കൂട്ടത്തിൽ പിടിച്ചിരുത്തി തട്ടിയും തലോടിയും എല്ലാ അവന്മാരുടെ കൂടെ. ഇവിടുന്ന് പോയാൽ ഉടനെ എവിടെ പോയിരിക്കുന്നത് കണ്ടില്ലയോ? പെന്തോള് ഈ മുമ്പേ പറഞ്ഞ പോലെ മേട്രിക്സ് എന്ന് പറഞ്ഞ ഒരു CSI കാരൻ, അയാളുടെ വിശ്വാസം അല്പം വ്യത്യസ്തമാണ്. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ എതിർക്കാത്തടത്തോളം കാലം അയാൾ ഇവിടെ ഇരിക്കുന്നു, അയാളുടെ കാര്യങ്ങൾ പറയുന്നു. ആ ആളെ എതിർത്തിട്ടാണ് ഇയാൾ പോയി മുറിയിട്ട് ശിവു പീഡിയക്കൻ തൊട്ട് ഇവിടെ ഉള്ള സകല പെന്തക്കോസ്റ്റുകാർക്ക് അവസരം ഒരുക്കി കൊടുത്തത് പറയാൻ. ഇനിയും പറഞ്ഞോ, ഞാൻ ഇതൊന്ന് സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഇടയ്ക്ക് കയറാം കേട്ടോ, എപ്പം വേണമെങ്കിലും കയറാം, ജസ്റ്റ് പറഞ്ഞാൽ മതി. ക്രിസ്തു എവിടെയായിരുന്നു? അപ്പൊ യേശു ക്രിസ്തുവിനോട് ടൈം റിലേറ്റഡ് ആണ്, ലോഗോസ് ടൈം റിലേറ്റഡ് ആണ്, എന്ന് വെച്ചാൽ ക്രിയേറ്റ് റിലേറ്റഡ് ആണെന്നുള്ള പ്രശ്നം കേട്ടോ. ലോഗോസ് ടൈം റിലേറ്റഡ് ആണ്, ക്രിയേറ്റഡ് റിലേറ്റഡ് ആണ് എന്നാ പറയുന്നത്. മനസ്സിലായോ? കേട്ടല്ലോ? അത് എല്ലാവരും കേട്ടല്ലോ? നമ്മുടെ വ്യാഖ്യാനത്തിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് പിതാവും. അപ്പൊ അതായത് ലോഗോസ് ക്രിയേറ്റഡ് ആണെന്നും അത് ടൈം റിലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ, അതായത് ലോഗോസിന് മുമ്പേ, അതായത് പുത്രന് മുമ്പേ പിതാവ് ഒറ്റയ്ക്ക് ഒരു സമയം ഉണ്ടെന്നാ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? ഇതേ കാര്യം തന്നെയാണ് അരിയൂസ് പറഞ്ഞത്. there was a time when the son was not എന്ന് പറയുമ്പം അത് ആ ഒരു ടൈം, അതായത് പിതാവ് ഒറ്റയ്ക്കാന്നല്ലെങ്കിൽ പിതാവിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ആ പുത്രനെ വെളിപ്പെടുന്നതിന് മുമ്പേ ഉണ്ട്. പുത്രൻ വരുന്നതിന് അല്ലെങ്കിൽ ജനിക്കുന്നതിന് ക്രിയേറ്റഡ് എന്നൊരു വാക്കും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് മുമ്പേ ഒരു ടൈം ഉണ്ടായിരുന്നു എന്നുള്ളതാ പറഞ്ഞത്. ഇതേ സെയിം ഇവിടെയാണ് അറിയനിസം എന്നുള്ള ഹെറസിയുടെ തുടക്കം. അരിയൂസ് പറഞ്ഞത് ഇതാണ്. ഈ അരിയൂസിന്റെ വേദവിപരീത ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലൈനാണ്. ഇവനിപ്പോ ഇതൊന്നും വായിച്ചിട്ടില്ലേ? ബെഞ്ച് ബ്രദറെ ഞാൻ മുമ്പേ ഇവിടെ ഒരെണ്ണം കേൾപ്പിച്ചിരുന്നു. കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. പിതാവിന്റെ സ്ഥാനം എന്താണ് ത്രിത്വത്തില്, പുത്രന്റെ സ്ഥാനം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട്. നിങ്ങൾ അത് കേട്ടാൽ വിശ്വസിക്കുകയല്ല. അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നെ സൗകര്യം പോലെ ഞാൻ കേൾപ്പിക്കാം. നിങ്ങളുടെ തുടരുക.
ഇതിന്റെ ബാക്കി വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ പ്ലേ ചെയ്യട്ടെ. പുത്രനും പരിശുദ്ധാത്മാവും സർവകാലത്തിന് മുമ്പേ പിതാവിന് തിരിച്ചെന്നുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, പുള്ളി സംസാരിക്കുക, അത് ഇന്ററപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു സർവ്വകാലത്തിന് മുമ്പേ പിതാവിന് ജനിച്ചവനാണ്, അപ്പൊ കാലത്തിന് മുമ്പേ ആണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ അന്നേരം ജെയിംസ് പറയുന്നുണ്ട് പുള്ളി കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. ബാക്കി കേൾക്കാം. തെറ്റാ പറഞ്ഞത്. സംസാരിച്ച് കഴിയട്ടെ, നമ്മൾ ആൾക്കാരെ ഇടയ്ക്ക് കേട്ട് ഇന്ററപ്റ്റ് ചെയ്യാൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അത്ര സൂക്ഷ്മമായ കാര്യമാണ്. അപ്പൊ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ എന്നാ പറയുന്നത് പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ഇവിടെ ഏത് സമയത്താണെങ്കിലും പിതാവിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനനം എന്ന് പറയുന്ന ഒരു ടൈം റിലേറ്റഡ് ആയ ഒരു കാര്യമാണ്. അപ്പം പിതാവ് ആദ്യം ഉണ്ടായി കേട്ടല്ലോ, പിതാവിൽ നിന്ന് ജനിക്കുക എന്ന ടൈം റിലേറ്റഡ് ആണ്, പിതാവാണ് ആദ്യം ഉള്ളത്. ഇങ്ങനൊരു കാര്യം നമ്മുടെ തിയോളജിയിൽ ഇല്ല. പിതാവാണ് ആദ്യം ഉണ്ടെന്നൊരു കാര്യമില്ല. പിതാവും പുത്രനും, അത് ആ പിതാവ് പുത്രൻ ജനിച്ചു അല്ല, അതുപോലെ പരിശുദ്ധാത്മാ പുറപ്പെട്ടു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈവൻ ബിഫോർ ടൈം, സമയത്തിനും കാലങ്ങൾക്കും മുമ്പേ ആണെന്നുള്ളത് നിർവഹിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇവൻ പറയുവാണ് അതിന് അപ്പൊ ജനിച്ചു, പുത്രൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ടൈം ഉണ്ട്, അപ്പൊ അതിന് മുമ്പേ പിതാവ് ഒറ്റയ്ക്ക് ഒരു ടൈം ഉണ്ടെന്നായി പറയുന്നത്. നോക്ക് ബാക്കി കേട്ടോ. പിന്നീടാണ് പുത്രൻ ഉണ്ടായത് എന്നുള്ളത് ഒരു ഇന്റർ മീനിങ് വരും. ആണോ ഇന്റർ മീനിങ് അങ്ങനെ വരുമെന്ന്? അങ്ങനെ വരാൻ പാടില്ലെന്നാ പറഞ്ഞത്. കേൾക്കാം. ഇതിനെ അവതരിപ്പിക്കുമ്പോൾ സാധാരണ വിശ്വാസികളുടെ മുന്നിൽ ആ പിതാവും പുത്രനും തമ്മിലുള്ള വ്യതിരക്തതയെ സൂചിപ്പിക്കാൻ ഈ ഒരു മാനുഷിക ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കേട്ടോ, അതായത് ഇങ്ങനെ ഒരു അർത്ഥം അതിനകത്ത് വരും, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അങ്ങനെ അല്ലടോ ടിസം ബ്രദറെ, അങ്ങനെ അല്ല. സഭ കൃത്യമായിട്ട് ഇത് ഇങ്ങനെയാണെന്ന് നിർവചിച്ചാൽ, അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഐദർ യു ഹാവ് സം ലേണിംഗ് ഡിസബിലിറ്റി, നിങ്ങൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തോ ഇഷ്യൂ ഉണ്ട്. നിങ്ങൾ ഒരു പ്രോപ്പർലി നിങ്ങൾ യു ഗോ ഇൻ ടു ദ കൗൺസിൽസ് വായിക്കുക. വേണ്ട, ഒന്നും വേണ്ട, CCC മാത്രം വായിച്ചാൽ മതി. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. CCC മാത്രം വായിച്ചു. പക്ഷെ അതുപോലും വായിക്കുന്ന ഉടനെ ഈ ഫാദർ എന്താണ്, ദാറ്റ് ഈസ് വിച്ച് ഇസ് ഫാദർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഗോഡ് കെൻ ഹെൽപ്പ് യു. ഞാൻ വേറെന്ത് പറയാനാ? നമുക്ക് എന്ത് വരെ പറയാൻ പറ്റും? ഈ പിതാവ് എന്താണ്, അത് തന്നെ എന്താണ്, അത് തന്നെ പുത്രൻ എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ ഈ പുള്ളിക്ക് മനസ്സിലാകുന്ന പിതാവാണ് പുത്രനാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ലാംഗ്വേജ് പ്രശ്നമാണ്, ലേണിംഗ് ഡിസബിലിറ്റി ആണ്. എന്താ നിങ്ങൾക്ക് പ്രശ്നം? അതോ ഒരു പറഞ്ഞ തെറ്റ് അല്ല, അതോ ഒരു പറഞ്ഞ ഒരു തെറ്റ് അംഗീകരിക്കാൻ, തെറ്റാണെന്ന് തിരുത്താനുള്ള ഒരു ഒരു വൈക്ലഭ്യമാണോ? ഒരു മാനസികാവസ്ഥ ഇല്ലാത്തതിന്റെ കുഴപ്പമാണോ? തെറ്റാന്ന് മനസ്സിലായാലും അത് തന്നെ തെറ്റ് തന്നെ പറഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് തൊട്ടപ്പുറത്ത് പോയിട്ട് റൂം ഇട്ടിട്ട് പൂരം ഭീഷണി കൊടുക്കുക. ഭീഷണി, ഇവിടെ വാട അവിടെ വാട, എന്താ വരാനാ? കാരണം ഞങ്ങളെ സംബന്ധിച്ച് ടിസനോട് ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ടിസൻ ഇവിടെ ഓൾറെഡി പറഞ്ഞതിലാണ് ചർച്ച. ടിസൻ ഇവിടെ വന്ന് പറഞ്ഞ 4 ഹെർസി പറഞ്ഞു. ഒന്നാമത്തെ ഹെർസി, രണ്ടാമത്തെ ഹെർസി എടുത്ത് വെക്കുന്നത്. ഇപ്പം 4 ഹെർസി പറഞ്ഞു. ആദ്യത്തെ ഹെർസി ഓൾറെഡി പ്ലേ ചെയ്ത് സെബലിനിസം. രണ്ടാമത്തെ ഹെർസിയാണ് ഈ പറഞ്ഞ അരിയനിസം, അതിന്റെ കൂട്ടത്തിൽ സബോർഡിനേഷൻ, അതിന്റെ എല്ലാം അതിന്റെ പാർട്ട് ആൻഡ് പാർസലായിട്ട് കൂടെ വരുന്ന സാധനങ്ങൾ ഇതൊക്കെ. അപ്പൊ സെബലിനിസം പ്ലേ ചെയ്തു, അരിയനിസം പ്ലേ ചെയ്തു. ഇനിയും താങ്കൾ ഇത് തിരുത്തുവോ തിരുത്താത്ത താങ്കളുടെ കാര്യം, അത് നിങ്ങളുടെ കാര്യം. ഞങ്ങളിത് പറയാനുള്ളത് പറഞ്ഞു. ഇത്രയും ഭീഷണി മുഴക്കി പെന്തുക്കോസുകാരെയും ബ്രദറുകാരെയും ഒക്കെ വിളിച്ചു വരുത്തി നമ്മളെ ആക്ഷേപിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നലെയും ചെയ്തില്ല, ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇത്ര റൂം ഇട്ട് 100-70 പേരൊക്കെ കയറ്റി ഇരുത്തി അനാവശ്യം പറഞ്ഞ ശേഷം ഇത് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഇനിയിപ്പം ഡിസംബറിനോട് ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഡിസംബർ ഇനിയും പറയുമ്പോൾ പലതും പറയും, മാറ്റി പറയും, തിരിച്ചും മറിച്ചൊക്കെ ഇഷ്ടം മെഴുകാനും ബഹളം വെക്കാനും ഭീഷണി മുഴക്കാനൊക്കെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയായി ഡിസംബർ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഡിസംബർ ഇനി എന്ത് പറയുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇവിടെ വന്ന് അന്ന് പറഞ്ഞ എന്താണ്, പറഞ്ഞതാണ് പ്രശ്നം. അത് കേട്ടിട്ടാണ് ഇപ്പൊ ഇനിയും പറയാൻ പോകുന്നത്. കേട്ടിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് പറഞ്ഞത് എന്താണ്, പറഞ്ഞതിന് അന്നേരം ഞങ്ങൾ റിപ്ലൈ പറയും ഇത് ഹെർസിയാണ് സഹോദര എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ അത് മനസ്സിലാക്കാതെ ബഹളം വെച്ചിട്ട് ഞങ്ങളെ തെറി പറയും, ഞങ്ങളെ പള്ളു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഡിസംബർ വരെ നിങ്ങൾ പറഞ്ഞത് ഹെർസി, 4 ഹെർസി പറഞ്ഞു, രണ്ടാമത്തെ ഹെർസിയാ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ട്രിനിറ്റിയെ കുറിച്ചുള്ള സഭയുടെ ഫണ്ടമെന്റൽ പ്രബോധനം അനുസരിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യ സ്ഥാനത്തുള്ള വ്യക്തിത്വങ്ങളാണ്. പിതാവ് പുത്രന്റെ മുകളിലോ പുത്രൻ പിതാവിന്റെ മുകളിലോ അല്ല. ഇവർ 3 പേരും തുല്യ വ്യക്തിത്വങ്ങളാണ്. എന്നാൽ ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ ഈ ടെർമിനോളജി എങ്ങനെ മനസ്സിലാക്കും? 3 വ്യക്തികളാന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നും പറഞ്ഞു. കേട്ടോ, ഇതൊക്കെ എന്താ ഈ പറയുന്നത്? ഈ വാക്കുകൾക്കും ഈ ടേംസിനൊന്നും ഒരു ബോധവും ഇല്ലയോ? 3 വ്യക്തികളാന്ന് പറഞ്ഞു, എന്നിട്ട് ഒരു വ്യക്തിയുടെ ആണെന്ന് പറയുക. ഇത് എവിടുന്നാ ഇത് കിട്ടിയത്? എവിടുന്നാ ഈ സാധനം പഠിച്ചത്? എവിടുന്നായി കിട്ടിയിരിക്കുന്നത്? ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് ഒരു പേഴ്സൺ ആണോ? ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അനാദിയിലെ തന്നെ നിത്യതയിലെ തന്നെ ദൈവം എപ്പോഴൊക്കെ ഉണ്ടോ ആ ദൈവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തോമസ് അക്വിനാസ് പറഞ്ഞതുപോലെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ഉപസ്ഥിതിയിൽ നിലനിൽക്കും. അപ്പൊ പിന്നെ പിതാവ് പുറപ്പെടുന്നു എന്ന വാക്ക് സഭ ഉപയോഗിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ ലോഗോസിനെ നമ്മൾ അറിയുന്നത് പിതാവ് തീരുമാനിക്കുന്ന ഇച്ഛ. പിതാവ് അവന്റെ ഇഷ്ടമാണ്
ദൈവത്തിന്റെ ഇച്ഛാശക്തിയാണ് പിതാവ്, അല്ലെങ്കിൽ ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ കേട്ടല്ലോ, ഇവിടെയാണ് അരിനസത്തിന്റെ മെയിൻ പോയിന്റ്. അതായത് പുത്രൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു കാലം ഉണ്ടായിരുന്ന ഓൾറെഡി ഒരു ഹെറസി. അതായത് അരിനസത്തിന്റെ ഏറ്റവും ബേസ് പോയിന്റ് പുള്ളി ഓൾറെഡി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ ഒന്നും കേട്ടോ, അതായത് പിതാവ് ഇച്ഛിച്ചു എന്ന് പറഞ്ഞിട്ട് ബാക്കി പറയുകയാണ്. പിതാവ് ഇച്ഛിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാം. അടുത്ത ഹെറസിയുടെ മെയിൻ പോയിന്റിലേക്ക് വരുവാണ് കേട്ടോ. അല്ലെങ്കിൽ ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ പിതാവിന്റെ തീരുമാനമാണ് എല്ലാം. അപ്പൊ എപ്പോഴാണ് പുത്രനായിട്ട് ഈ ലോകത്ത് സൃഷ്ടപ്രപഞ്ചത്തിൽ മനസ്സിലാക്കാൻ ഇടയാകേണ്ടത്, അത് പിതാവ് തീരുമാനിക്കുമ്പോഴാണ്. അപ്പൊ ഇതിലൂടെ എല്ലാം പറഞ്ഞു വെക്കുന്നത് പിതാവ് മാത്രമേ ഉള്ളായിരുന്നു. പിതാവ് എന്നിട്ട് തീരുമാനിച്ച് പുത്രനെ വെളിപ്പെടുത്തണം എന്നുള്ളൂ. അങ്ങനെ പുത്രൻ വെളിപ്പെട്ടു. അതാണ് പുള്ളി നേരത്തെ പറഞ്ഞത്. അതായത് ഒരു കാലം ഉണ്ടായിരുന്നു, there was a time that son was not. സൺ ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഇതന്നെ അരിയൂസ് പറഞ്ഞത്. അത് തന്നെ ഇവനിപ്പോ പറയുന്നത്. ഈ ഡിസംബർ ഇപ്പൊ പറയുന്നത് ഈ സെയിം കാര്യം തന്നെ. അതായത് ലോഗോസ് വെളിപ്പെടണം എന്ന് പിതാവ് ഇച്ഛിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈം പിതാവ് നിശ്ചയിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ സബോർഡിനേഷൻ എന്നുള്ള വളരെ ഒരു കൃത്യമായ ഒരു ഹെർസിയാ പറയുന്നത്. മനസ്സിലായി? അരിനിസത്തിന്റെ പാർട്ട് ആൻഡ് പാർസൽ ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ട്. ആ കൂട്ടത്തിലൊരു സാധനമാണ് ഇത്. അതായത് ഈ പുത്രൻ തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു ലെസർ എൻറ്റിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു ലെസർ ഗോഡ് ആണ്, അല്ലെങ്കിൽ പിതാവാണ് മെയിൻ ഗോഡ്, കൂട്ടത്തിൽ രണ്ട് ചെറിയ ദൈവങ്ങൾ എന്നുള്ള നിലയിലാണ് ഈ പറയുന്ന ഈ പരിശുദ്ധാത്മാവും പുത്രൻ എന്നുള്ള നിലയിലാണ് ഡിസംബർ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്. കാരണം എന്താ? പിതാവ് നിശ്ചയിച്ചു, അപ്പോ പുത്രൻ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിതാവാണ് വലിയ ആള്, മറ്റേ ആള് ചെറിയ ആളാണ്. അതാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ. കേട്ടോണം, ഒന്നുകൂടെ കേൾക്കാം. ഇഷ്ടമാണ് ദൈവത്തിന്റെ. അപ്പൊ പിന്നെ പിതാവ് പുറപ്പെടുന്നു എന്ന വാക്ക് സഭ ഉപയോഗിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ, ലോഗോസിനെ നമ്മൾ അറിയുന്നത് പിതാവ് ഇച്ഛ. പിതാവ് അവന്റെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇച്ഛാശക്തിയാണ് പിതാവ്, അല്ലെങ്കിൽ ദൈവമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ പിതാവിന്റെ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു വെക്കുന്നത് ദൈവമാണ്, പിതാവാണ് മെയിൻ ദൈവം. മനസ്സിലായോ? ദൈവമാണെന്ന് പിതാവെന്ന് പറഞ്ഞു വെക്കുകയാണ്. ആ ദൈവത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പുത്രന്റെ ഒരു ടൈം വന്നത്. അന്നേരം പുത്രൻ വെളിപ്പെട്ടു. അതാണ് അൾട്ടിമേറ്റ്ലി പറയുന്നത്. എല്ലാം. അപ്പൊ എപ്പോഴാണ് പുത്രനായിട്ട് ഈ ലോകത്ത് സൃഷ്ടപ്രപഞ്ചത്തിൽ മനസ്സിലാക്കാൻ ഇടയാകേണ്ടത്, അത് പിതാവ് തീരുമാനിക്കുമ്പോഴാണ് അത് വെളിപ്പെടുന്നത്. കാരണം അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്റെ പിതാവ് പറയാത്തതോ അയാൾ ഇന്ന് ഞാൻ പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത് പറയുന്നത്. അപ്പൊ അത് എടുത്തിട്ട് കൊണ്ടുവെക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ കർത്താവ് പറഞ്ഞ കാര്യത്തെ പറ്റിയാ പറയുന്നത്. ഇതെന്ന് പറഞ്ഞാല് ഇത് സ്വന്തമായ ദുർവ്യാഖ്യാനം, ബൈബിളിലെ വാക്യങ്ങൾ എടുത്തിട്ട് തോന്നിയ പോലെ വ്യാഖ്യാനിച്ച് ഈ വാക്യം എടുത്ത് ഇത് തന്നെ കുറച്ച് സീച്ചാൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ പെന്തിക്കോസുകാരും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും ബൈബിൾ മാത്രം വായിച്ച് ഉള്ള അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ സഭ എന്താ പഠിപ്പിച്ചത് എന്നുള്ള ഡോക്ട്രിനൽ ഫൗണ്ടേഷനിൽ നിന്നില്ലാതെ, ഈ ഡോക്ട്രിനൽ ഫൗണ്ടേഷൻ ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ സംസാരത്തിന് വളരെ വ്യക്തമായി. നോ ഡോക്ട്രിനൽ ഫൗണ്ടേഷൻ. ഈ കത്തോലിക്ക സഭയുടെ ഡോക്ട്രിനൽ ഫൗണ്ടേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ ബൈബിൾ വായിച്ചിട്ട് എന്തൊക്കെയോ തോന്നി പറയുവാണ്. ഇപ്പൊ യേശുക്രിസ്തു പറഞ്ഞു, അതായത് പിതാവ് എന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു, പിതാവ് എന്നിലുണ്ട്, പിതാവ് പറയുന്നത് മാത്രം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യാവതാരത്തിൽ പറഞ്ഞ കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ അതിനെ എടുത്തിട്ട് അവിടെ കൊണ്ടുവെക്കുകയാണ്. ഏത് അതിന് മുമ്പേ എന്നുള്ള പറഞ്ഞിട്ട് അതുമായിട്ട്, അതായത് പുത്രന്റെ ജനനത്തിന് മുമ്പേ ഒരു ടൈം ഉണ്ടായിരുന്നെന്നും അത് ദൈവം എന്ന് പറഞ്ഞിട്ട് പിതാവ് മാത്രമാണെന്ന് പറഞ്ഞിട്ട് പിതാവ് ഇച്ഛിച്ച സമയത്താണ് പുത്രനെ വെളിപ്പെടുന്നത് എന്നുള്ള കാര്യമായി പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ആര്യൻ ഹെറസി. അതാണ് അരിയനിസം എന്നുള്ള ഹെറസി. നല്ല അടിപൊളി കുത്തിയ അടിപൊളി ഹെറസിയാണ് ഈ പറഞ്ഞു വെക്കുന്നത് മുഴുവൻ. അപ്പം ഇപ്പം പറഞ്ഞ ആ ലെവലിൽ നിന്നുകൊണ്ട് പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറയുമ്പോൾ പിതാവ് മുകളിൽ പുത്രൻ താഴെയായി. ഇത് എന്റെ അറിവനുസരിച്ച് ട്രിനിറ്റേറിയൻ കത്തോലിക്ക വ്യാഖ്യാനത്തിന് നിരക്കുന്നത്. കേട്ടോണം. അതിന് മുമ്പേ ജെ ബ്രദറും ഞാനും പറഞ്ഞു പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ, അല്ല ജനിപ്പിച്ചവനല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ജനിച്ചവനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എടുത്തിട്ട് പറയുവാണ് ഇത് കത്തോലിക്ക തിയോളജിക്ക് നിരക്ക്. ജനിച്ചവനാണ് എന്ന് തന്നെയാണ് തിയോളജി പറയുന്നത്. തിയോളജി ക്രീഡിലെല്ലാം പറയുന്നത് അങ്ങനെയാണ്. ഇത് കത്തോലിക്ക തിയോളജിക്ക് നിരക്കുന്നതല്ലത്. എന്തൊക്കെയാ ഈ മനുഷ്യൻ പറയുന്നത് എന്ന് പറഞ്ഞാല് ഇദ്ദേഹം എന്താ പറയുന്നത്, ഇദ്ദേഹത്തിന് തന്നെ ഒരു ബോധ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ആദ്യം സെബലിനിസം പറഞ്ഞു, അതിന് ശേഷം അരിനിസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടക്കമേ പാളി എവിടെയാണ്? യേശുവിന് തന്തയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ നാക്കിൽ പിശാച് കയറി പിടിച്ചു. അവിടെ തൊട്ട് അവൻ പറയുന്നത് മൊത്തം ഹെറസിയുടെ കൂമ്പാരമാണ്. ആദ്യം സെബലിനിസം പറഞ്ഞു, ഇപ്പൊ അരിനിസം പറയുന്നു. അപ്പം കത്തോലിക്ക തിയോളജിക്ക് നിരക്കുന്നതല്ല. എന്ത് ഈ പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണെന്ന് പറഞ്ഞാൽ കത്തോലിക്ക തിയോളജിക്ക് നിങ്ങൾ ഒന്നുകൂടെ കേട്ടോ, അത് തന്നെ ഇവ പറയുന്നത് കേട്ടോ, ഒന്നുകൂടെ കേട്ടോ, സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടോ. എപ്പോഴാണ് പുത്രനായിട്ട് ഈ ലോകത്ത് സൃഷ്ടപ്രപഞ്ചത്തിൽ മനസ്സിലാക്കാൻ ഇടയാകേണ്ടത്, അത് പിതാവ് തീരുമാനിക്കുമ്പോഴാണ് അത് വെളിപ്പെടുന്നത്. കാരണം അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്റെ പിതാവ് പറയാത്തതോ അയാൾ ഇന്ന് ഞാൻ പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത് പറയുന്നത്. അപ്പം അപ്പൊ നിങ്ങൾ സംശയം തോന്നുന്നുണ്ടോ? അതായത് പുത്രനായ യേശു ക്രിസ്തുവിനെ പറ്റി അത് അങ്ങനെയല്ല പറഞ്ഞത്, ലോഗോസ് ആണെന്ന് നേരത്തെ ഞങ്ങളുടെ ക്ലിപ്പിൽ പ്ലേ ചെയ്തത്. ഇവർ ലോഗോസ് ആണ്, സ്പെസിഫിക്കലി ലോഗോസും ആ പിതാവും പുത്രനും തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെ പറ്റി പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് യേശു ക്രിസ്തുവിനെ പറ്റിയാ പറഞ്ഞെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമേ അല്ല. ഇതാ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം പറഞ്ഞ ആ ലെവലിൽ നിന്നുകൊണ്ട് പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറയുമ്പോൾ
പിതാവ് മുകളിൽ പുത്രൻ താഴെയായി. വേണ്ട, പിതാവ് ജനിച്ചതെന്ന് പറഞ്ഞപ്പോ പിതാവ് മുകളിൽ പുത്രൻ താഴെ ആയി പോകുന്നു. അങ്ങനല്ല, പിതാവിൽ നിന്ന് ജനിപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ പുത്രൻ താഴെ ആയിപ്പോ. പിതാവ് ജനിപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ പുത്രൻ താഴെ ആയിപ്പോ. പക്ഷെ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. പിതാവിൽ നിന്നും ജനിച്ചവൻ, പിതാവിൽ നിന്നും പുറപ്പെട്ടവൻ. ഈ ജനിച്ചവനും പുറപ്പെട്ട എന്നുള്ള വ്യത്യാസം പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പൊ പുറപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ പുറപ്പെട്ടവനല്ല, പുറപ്പെടുവിപ്പിച്ചവനല്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ പുറപ്പെടുവിപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ പിതാവ് പുറപ്പെടുവിപ്പിച്ചവൻ എന്ന് പറഞ്ഞെങ്കിൽ അത് സബോർഡിനേഷൻ വരും അവിടെ. പക്ഷെ ഇവിടെ അങ്ങനെ ജനിച്ചവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ദർ ഇസ് നോ ടൈം ഗ്യാപ്പ്. സമയത്തിനും കാലങ്ങൾക്കും മുമ്പേ ആണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിൽ ഇങ്ങനെയാണ് സംഭവം. അപ്പൊ അവിടെ ദർ ഇസ് നോ ടൈം. അതായത് ഫാദർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഫാദറിനകത്ത് പിതാവ് പുത്രൻ ഇരുന്ന് അങ്ങനെ ഒരു ടൈം ഗ്യാപ്പേ ഇല്ല. തുടക്കം മുതൽ അനാദിയിലെ ഇങ്ങനെ തന്നെയാണെന്നാണ് ബേസിക്കലി സഭ പറഞ്ഞു വെക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഹെറസിയാണ് ഈ മറ്റേ ഹെറസിയാസ് ശിവ പിടിക്കൽ ഏറ്റവും വായി വന്നത്. ടിസൺ ബ്രദർ പറഞ്ഞു, നമുക്കൊരു പ്രയാസമുണ്ട് ഇത് പറയേണ്ടി വന്നതിൽ. ഓക്കെ, എന്റെ അറിവനുസരിച്ച് ട്രിനിറ്റേറിയൻ കത്തോലിക്ക വ്യാഖ്യാനത്തിന് നിരക്കുന്നത്. കേട്ടല്ലോ. അപ്പൊ ഓൾറെഡി നമ്മളിപ്പോ രണ്ട് ഹെറസി ഇവിടെ പ്ലേ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറയുമ്പോൾ 3 ഹെറസിയെ പറഞ്ഞുള്ളായിരുന്നു. 4മത്തത് വിട്ട് കളഞ്ഞു. കാരണം പുള്ളി പറഞ്ഞു, അതായത് എന്റെ നാവ് പിഴയാന്ന് പറഞ്ഞു. നാവ് പിഴയാന്ന് പറഞ്ഞത് വിട്ട് കളഞ്ഞെങ്കിലും പിന്നീട് പല കാര്യം പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്. പല കാര്യങ്ങൾ പറയുമ്പോൾ ദൈവങ്ങൾ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് പുള്ളി ആ റൂമിൽ തന്നെ, അതായത് ഈ 30 മിനിറ്റിനിടയ്ക്ക് പറഞ്ഞ 4 ഹെറസിയാണ് നമ്മൾ ഈ പറയുന്നത്. 4 ഹെറസിയും ഒരു പോക്രിത്തരവും ഒരു വ്യവരദോഷവും, മൊത്തം 5 സാധനം, അപ്പൊ മൊത്തം 6 സാധനമുള്ളത്. 4 ഹെറസിയും ഒരു പോക്രിത്തരവും ഒരു വ്യവരദോഷവുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്തിൽ ട്രൈത്തീസം പുള്ളി ഡിനൈ ചെയ്തു. ഞാൻ നാവ് വഴിയാന്ന് പറഞ്ഞു, എന്നാലും അത് കേൾപ്പിക്കുകയാണ്. ഇത് പുള്ളി പറഞ്ഞ കാര്യമാണ്. ഇത് പിന്നീടല്ലേ പറയുന്നത്. നമ്മൾ അന്നേരം കേൾക്കുമ്പോൾ നമ്മൾ ഈ അടി കിട്ടിയ പോലെ എന്തോന്നാ പറഞ്ഞു നമ്മൾ അവിടെ ഇരിക്കുകയാണ്. കേട്ടോണം. അടുത്തത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിന്റെ മുകളിലല്ല, തുല്യരായ വ്യക്തിത്വങ്ങളാണ്, തുല്യരായ ദൈവങ്ങളാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിന്റെ മുകളിലല്ല, തുല്യരായ വ്യക്തിത്വങ്ങളാണ്, തുല്യരായ ദൈവങ്ങളാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഈ അരിനിസം പറയുന്നതിന്റെ അൾട്രാ ഓപ്പോസിറ്റ് ആണ് ഈ ട്രൈത്തീസം. അവിടെ നമ്മൾ ഒരു ലെസർ ഗോഡാന്നാണ് ഈ ഹെറസി പറയുന്നത്. അല്ലെങ്കിൽ പിതാവിന് അല്ല, പുത്രൻ തമ്പുരാന്റെ ജനനത്തിന് മുമ്പേ ഒരു ടൈം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പിതാവിനെ വലിയ ദൈവമായിട്ടോട് കാണുവാണ്. അപ്പൊ അതിന് അൾട്രാ ഓപ്പോസിറ്റ് ആണ് ഈ ട്രൈത്തീസം. എന്നിട്ട് അപ്പൊ ഈ അതും പറയുന്നത് ഇതും പറയുന്നത്, ഇത് എല്ലാം കൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നത്? ഇനി അടുത്ത വേറെ സാധനം വരുന്നുണ്ട്, കേൾക്കാം. അതായിരിക്കും ഒരു രസം. അപ്പൊ സെബലിനിസം പറയുമ്പോൾ എന്താണ്, ഈ പിതാവ് തന്നെ പുത്രൻ തന്നെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. ഇപ്പൊ അതിനിടയ്ക്ക് 3 ദൈവങ്ങളാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതിനിടയ്ക്ക് വീണ്ടും അരിനിസം കൂടെ കൊണ്ടുവന്നു. അതായത് ഈ പിതാവിനേക്കാൾ ഒരു ലെസർ ഗോഡാന്നുള്ള നിലയിൽ, അതായത് പിതാവിന് ഇച്ഛിച്ചതിന് ശേഷമാണ് പുത്രൻ ഉണ്ടായതെന്നും ഒരു ടൈം ഉണ്ടായിരുന്നു എന്നൊക്കെ അവിടെ പറഞ്ഞു വെക്കുകയും ചെയ്തു. അതിനകത്ത് അരിനിസം പറഞ്ഞു. ഇതെല്ലാം അൾട്രാ ഓപ്പോസിറ്റ് ആണ്. അരിനിസത്തിന്റെ അൾട്രാ ഓപ്പോസിറ്റിനാണ് സെബലിനിസം. അപ്പൊ അതിന്റെ അങ്ങേ സൈഡിലാണ് ഇത് ട്രൈത്തീസം കിടക്കുന്നത്. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നത്? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം കൂടി ഒരു മനുഷ്യന് പറയാൻ പറ്റണമെങ്കിൽ പിശാച് അവന്റെ നാക്കെ കയറി പിടിച്ചു. അത് അവനുണ്ടല്ലോ, യേശു ക്രിസ്തുവിന് തന്തയില്ലെന്ന് പറഞ്ഞപ്പോ നാക്കെ കയറി പിടിച്ചതാ, പിശാച് കയറി പിടിച്ച. പിന്നെ പറഞ്ഞ മൊത്തം ഹെറസിയ. അത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ട് യോജിക്കാത്ത ഹെറസിയും പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്ന് ബെഞ്ചി ബ്രദറെ, അങ്ങനൊന്നും പറയരുത്. പിശാസിനെ പോലും കുറ്റം പറയരുത് നിങ്ങൾ. ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടി പറയരുത്. അവന്റെ വിവരക്കേട് എന്തെങ്കിലുമൊക്കെ പറയുന്നത് പിശാചിനെ കൂടെ കുറ്റം പറ നിങ്ങള്. ബെഞ്ച് ബ്രദർ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഞാൻ പറയട്ടെ, ഇദ്ദേഹത്തിന് ഇപ്പൊ ഹെറസി ഏതാ ഓർത്തഡോക്സ് ഏതാന്ന് ഇദ്ദേഹത്തിന് തിരിച്ചറിവില്ല. 2, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പ്ലേറ്റോണിക് അരിസ്റ്റോട്ടലിൻ കാറ്റഗറീസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് ഉണ്ടായിരിക്കണം. ഇതൊന്നും അറിവില്ല, അത് കണക്കാക്കണമെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി ഇവനെ സംബന്ധിച്ചോളം ഇവന് ഇപ്പം ബെഞ്ച് ബ്രദർ എത്ര ഇരുത്തി പഠിപ്പിച്ചാലും അവന് തലോട്ടത് കയറത്തില്ല. കാരണം അവൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ പോലെ ഉള്ളൂ, അവൻ പറയുന്നതാണ് ഡീപ് തിയോളജി, ബാക്കിയെല്ലാം മറ്റേ തിയോളജി. അതാണ് കുഴപ്പം. ടോണി, ഇന്നലെ നമ്മുടെ ഷിബു വന്നിട്ട് ടിസൻ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തോട്ടെ. ടിസൻ പറഞ്ഞാണ് കറക്റ്റ്, ബെഞ്ച് പറഞ്ഞ തെറ്റാണെന്ന്. അപ്പൊ അറിയാലോ, രണ്ടുപേരും ഒരേ പറ്റിയ ആളുകളാണ്. അവന്റെ കാര്യം പെട്ടു. അത് വളരെ സിമ്പിൾ. എന്താ വെച്ചാലുണ്ടല്ലോ, ഈ നമ്മുടെ കൂടെ ധർമ്മദീപ്തി വന്ന് എന്തെങ്കിലും യോജിച്ച് പറയാറുണ്ടോ? പറയത്തില്ല. ശിവ പീഡിക്കൽ നമ്മളോട് യോജിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ കുലംകുത്തികളോടും ഈ കൂട്ടത്തിൽ ചവിട്ടികളോടും പോയിട്ട് അവന്മാർ പോയിരിക്കും. അപ്പൊ ഈ ആരാ കുലംകുത്തി എന്നുള്ള ടിസം ബ്രദറിനെ ചിന്തിക്കുക. കൂട്ടത്തിൽ ചവിട്ടി ആരാന്നുള്ളത്, തൊഴുത്തിൽ ചവിട്ടി ആരാന്നുള്ളത് ടിസം ബ്രദറിനെ ചിന്തിക്കുക. കാരണം നിങ്ങളുടെ കൂടെ ഇവന്മാർക്ക് എല്ലാവർക്കും കയറിയിരിക്കാൻ ഒരു ഉളുപ്പുമില്ല ഇവന്മാർക്ക്. മനസ്സിലായോ? കാരണം എന്താ, കത്തോലിക്ക സഭയ്ക്കിട്ട് പണിയാനായിട്ട് അവസരം കിട്ടുമ്പോൾ ഇവന്മാരെല്ലാം കയറി നിങ്ങളോട് ഇരിക്കും. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്കെതിരാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോയിന്റ് പറഞ്ഞിട്ട് ഇവൻ മാർപ്പാപ്പയെ ഞാൻ മാർപ്പാപ്പയെ ബിഷപ്പ്മാരെ അച്ഛന്മാരെ പഠിപ്പിക്കാൻ പോയി. നീ മാർപ്പാപ്പ നീ തന്നെ വിചാരിക്കുന്നുണ്ടോ? ടിസം ബ്രദറിന് വിചാരിക്കുന്നത് ടിസം ബ്രദർ മാർപ്പാപ്പ എന്ന് വിചാരിക്കുന്നുണ്ടോ? മാർപ്പാപ്പയെ പഠിപ്പിക്കാൻ പോയെന്ന് ടിസനെയാ പറഞ്ഞത്. ഇത്ര ഹെറസി, ഇത്ര മുഴുത്ത ഹെറസി, മുട്ടൻ ഹെറസി. ഞങ്ങൾ ഇവിടെ ഹെറസി മുട്ടെന്ന് ശിവപീഡിക്കല്ല പേരിട്ടത്. അത് മാറ്റി ടിസം ബ്രദറിന് ഹെറസി മുട്ടെന്ന് പേരിട്ട് വരുമല്ലോ. ഒറ്റ 1/2 മണിക്കൂറിനുള്ളിൽ 4 ഹെറസിയാ പറഞ്ഞത്. പണ്ടൊരിക്കൽ ഞാൻ കേട്ടായിരുന്നു, മറ്റേ നമ്മുടെ അഭിലാഷ് പാസ്റ്ററുമായിട്ട് ഒരു സംഭാഷണം ഷിജിമോൻ തങ്കപ്പം നടത്തിയപ്പം ഇതുപോലെ കുറെ അടുപ്പിച്ച് ഹെറസി പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെ കടത്തി വിട്ടു എന്ന് എനിക്ക് അറിയത്തില്ല. 4 ഹെറസി അവിടെ പറഞ്ഞിരിക്കുന്നത്.
അരമണിക്കൂറിനുള്ളിൽ 4 ഹെർസ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ ഹെർസിലേക്ക് വരാം. അതാണ് പാട്രി പാസനിസം. അത് ഞാൻ കൃത്യമായിട്ട് ചോദിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. പാട്രി പാസനിസം ആണെന്നുള്ളത് ചോദിച്ച് ഞാൻ കൺഫേം. നിങ്ങൾ കേട്ടോ കേട്ടോ. ഇവിടെയാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം വരുന്നത്. അതാണ് ബെഞ്ചിയോട് എനിക്ക് ചോദിക്കുന്നത്. വിശുദ്ധ കുർബാന നമ്മളെ സംബന്ധിച്ചോളം വചനം മാംസം പുത്രനായ ദൈവത്തിന്റെ ശരീരമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ പുത്രനായ ദൈവത്തെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമ്മൾ ഭക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഇറങ്ങി. ഞാൻ ജസ്റ്റ് സീച്ചായി വന്നുകൊണ്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തു. വെരി നൈസ് ടോക്കിംഗ് ടു യു. CCC 253 254 വായിക്കുക. ഇല്ല ഒരിക്കലും ഇല്ല. അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രസൻസ് ആണ്. ഞാൻ ബെഞ്ചി ഈ വിഷയം ഇന്നിപ്പോൾ ഞാൻ അതിന് മറുപടി തരുന്നില്ല. താങ്കൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്റെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് 100% തെറ്റാണ് താങ്കൾ പറയുന്നത്. കേട്ടല്ലോ ഈ ചോദ്യം എന്താന്ന് കേട്ടല്ലോ. ചോദ്യം ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. ആ പറഞ്ഞ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ. അതായത് കേട്ടോ, ഒന്ന് കേട്ടോ. നമ്മളെ സംബന്ധിച്ചോളം വചനം മാംസം പുത്രനായ ദൈവത്തിന്റെ ശരീരമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ പുത്രനായ ദൈവത്തെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമ്മൾ ഭക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് പുത്രനായ ദൈവത്തിന്റെയും പിതാവായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും ഇൻവോൾവ്മെന്റ് ഈ പറയുന്ന യുക്കാരിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ആരാധനയിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം അല്ല അവൻ ചോദിക്കുന്നത്. അവൻ ചോദിക്കുന്നത് നമ്മൾ ഭക്ഷിക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നത്. അത് പുത്രനായ ദൈവത്തെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും ഭക്ഷിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ഒന്നുകൂടെ കേട്ടോ, അല്ലെങ്കിൽ ആര് സംശയിക്കരുത്. ഒന്നുകൂടെ കേട്ടോ. ശരീരമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ പുത്രനായ ദൈവത്തെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമ്മൾ ഭക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പം ഭക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ചോദ്യത്തിൽ ഞാൻ പറഞ്ഞ ഇല്ല എന്ന് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല. യേശുക്രിസ്തുവിന്റെ പ്രസൻസ് ആണ്. കാരണം യേശുക്രിസ്തുവിന്റെ ശരീരവും യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറമായിട്ട് ഒരു തിയോളജി നമുക്കില്ല. മനസ്സിലായോ? അപ്പം അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് CCC ഉൾപ്പെടുത്തി ഞാൻ പറയാം. പക്ഷേ ബാക്കിയോട് നമുക്ക് കേൾക്കാം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഇറങ്ങി. ഞാൻ ജസ്റ്റ് സീച്ചായി വന്നുകൊണ്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തു. വെരി നൈസ് ടോക്കിംഗ് ടു യു. CCC 253 254 വായിക്കുക. താങ്ക് യു. ഇല്ല ഒരിക്കലും ഇല്ല. അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രസൻസ് ആണ്. ഞാൻ ബെഞ്ചി ഈ വിഷയം ഇന്നിപ്പോൾ ഞാൻ അതിന് മറുപടി തരുന്നില്ല. താങ്കൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്റെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് 100% തെറ്റാണ് താങ്കൾ പറയുന്നത്. ഇതിനെ റെഫറൻസ് വെച്ച് നമുക്ക് പിന്നെ ഒരിക്കലും സംസാരിക്കാം. അത്ര എനിക്ക് പറയാം. ഞാൻ അമിക്കബിൾ സൊല്യൂഷൻ പറയാം. ടിസം ബ്രദറിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് ടിസം ബ്രദർ ട്രിനിറ്റിയാണ് ഭക്ഷിക്കുന്ന സഹോദരൻ പറയുവാണെങ്കിൽ അല്ല അത് വിട്ടേ പറയുന്നില്ല. അത് നമുക്ക് പറയാമേ. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് പുള്ളി പറഞ്ഞിട്ട് താങ്കള് ഈ യേശുക്രിസ്തു തന്നെയാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ താങ്കൾ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ഇൻസപ്പറബിൾ ആയ ട്രിനിറ്റിയെ താങ്കൾ എന്ത് ചെയ്തു? അതാണ് അതിന്റെ തിയോളജിക്കൽ പ്രശ്നം. അതാണ് ക്രിസ്റ്റോളജിക്കൽ പ്രശ്നമാണ് ടിസം ബ്രദറിനുള്ളത്. ഞാനത് പറയാം. അതായത് അതുകൊണ്ട് അത് കാൽസിഡോൺ കൗൺസിൽ കൃത്യമായിട്ട് വായിച്ചാൽ മതി. ഈ വിഷയം ഈ കൺഫ്യൂഷൻ ഡിസംബറിൽ മാറും. എന്താണ് യേശുക്രിസ്തു എന്നുള്ള വ്യക്തി ആരാന്നുള്ളത് വ്യക്തമാകും. ട്രിനിറ്റിയുമായിട്ടുള്ള പെരിക്കോസിലുള്ള ബന്ധം എന്താണെന്നുള്ളത് അന്നേരം മനസ്സിലാവും. കാൽസിഡോൺ കൗൺസിൽ വായിച്ചാൽ മാത്രം മതി. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞാൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ പലയിടത്തും അങ്ങനെ ചോദിക്കാൻ പറ്റും. കുരിശിൽ മരിച്ചത് കർത്താവായ യേശുക്രിസ്തു അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ കുരിശിൽ സഫർ ചെയ്തത് പിതാവും പരിശുദ്ധാത്മാവും സഫർ ചെയ്തതും ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ ഇല്ല. ഡോഗ്മാറ്റിക് തിയോളജിയിൽ പിതാവും സഫർ ചെയ്തു എന്ന ഡോഗ്മാറ്റിക് തിയോളജിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേട്ടല്ലോ പുള്ളി പറയുന്നത്. അപ്പൊ ഞാൻ ആ ചോദ്യം തിരിച്ചിടാൻ കാരണം എന്താണ്? ഉടനെ പുള്ളി പറഞ്ഞു ഊസിയ ഭക്ഷിക്കുന്ന ആ നിലയിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ഈ ചോദ്യം പലയിടത്തും തിരിച്ചു ചോദിക്കാൻ പറ്റും. അതായത് കാൽവറി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു ആണോ സഫർ ചെയ്തതെന്ന് മാത്രമാണ് വിശ്വസിക്കുന്നത്, അതോ പിതാവും പരിശുദ്ധാത്മാവും സഫർ ചെയ്യുന്ന വിശ്വസിക്കുന്നത്? ഉടനെ പുള്ളി പറയുവാണ്, ഒന്നും കേട്ടോ, ഡോഗ്മയിലുണ്ട് പിതാവും സഫർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കേട്ടോ. ഞാൻ ആ ചോദ്യം ചോദിച്ചതിന് ഉത്തരമായിട്ട് പുള്ളി പറയുവാണ്. പുള്ളി എന്നിട്ട് അപ്പുറത്ത് നിന്ന് പറയുമായിരുന്നു എന്റെ ആ ചോദ്യത്തിൽ ഞാൻ വീണു. അല്ലടാ, നീയാ വീണത്. നീ ചോദിച്ചതിൽ ഞാൻ വീണിട്ട് ആ കളർ കൃത്യമായിട്ട് യേശുക്രിസ്തുവിന്റെ പ്രസൻസ് ആണെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ശരീരം രക്തമാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ വീണിട്ടില്ല. അത് ഒരിക്കലും വീഴാൻ പറ്റത്തില്ല. നീ പറഞ്ഞതാ. നീ അതിന് ആ ചോദ്യത്തിന് തിരിച്ചിട്ട് ഞാൻ ചോദിച്ചത്. അതായത് പാട്രി പാസനിസം എന്നുള്ള ഹെർസിയാണ് നീ ഇപ്പൊ പറഞ്ഞത്. നീ ഒന്നുകൂടെ കേൾപ്പിക്കാം. ഞാൻ എന്താണ്
യേശുക്രിസ്തു എന്നുള്ള വ്യക്തി ആരാന്നുള്ളത് വ്യക്തമാവും. ട്രിനിറ്റിയുമായിട്ടുള്ള പെരിക്രോസിലുള്ള ബന്ധം എന്താന്നുള്ളത് അന്നേരം. അപ്പൊ ഞാനത് പറയുന്നുണ്ട്, ട്രിനിറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ്, പെരിക്രോസിസ് എന്താണ്, ഇതൊക്കെ കാൽസിഡോൺ കൗൺസിൽ വായിക്കണം, ക്രിസ്റ്റോളജി മനസ്സിലാക്കണം, ട്രിനിറ്റി മനസ്സിലാക്കണം, പെരിക്രോസിസ് ഇതൊക്കെ മനസ്സിലായി മാത്രമേ ഈ അബദ്ധങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഫൗണ്ടേഷണൽ ഡോക്ടറിൻസ് ഇദ്ദേഹത്തിന് ഒരു പിടിയുമില്ലെന്നുള്ളതാണ് ഇതിനകത്തും, ഒരു പിടിയുമില്ല. അതാണ് ഇപ്പം ബാക്കി പറഞ്ഞത്, കേട്ടണം. ഡോക്മ ഉണ്ടെന്നാ പറയുന്നത്. ഡോക്മ എടുത്തിട്ട് ഒന്നേ കാണുമല്ലോ ഡോക്മ. ഒരു കാര്യം കൗൺസിൽ വായിച്ചാൽ മാത്രം. പറഞ്ഞോ. ഞാൻ മറ്റൊന്നല്ല പറയുന്നത്, നമ്മളെ ടിസം ബ്രദറിനെ ഒത്തിരി ടാർഗറ്റ് ചെയ്യേണ്ട. പുള്ളി പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ റീപ്ലേ ചെയ്ത് നമ്മൾ അത് ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ മതി, അല്ലാതെ പുള്ളിയെ ഒത്തിരി ടാർഗറ്റ് ചെയ്യണ്ട. അല്ല, ഈ ഭാഗം പറയാൻ തീർക്കട്ടെ. പാട്രിപാസനിസം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ സെബലിനിസം, അതുപോലെ തന്നെ ഈ അറിയനിസം, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ട്രൈത്തീസം, ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കേൾക്കാറുള്ളത്. അപ്പൊ പാട്രിപാസനിസത്തെ പറ്റി നമുക്ക് വലിയ ആദ്യം അങ്ങനെ ചർച്ച ചെയ്യാൻ വരുന്ന ഒരു കാര്യം. കാരണം ഇത് കംപ്ലീറ്റ്ലി ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ വിശ്വസിക്കുന്ന ഈ കാത്തലിക്സിനിടയിൽ മാത്രമേ ഇങ്ങനത്തെ ചർച്ചകൾ കൂടുതലായിട്ട് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സാധാരണഗതിയിൽ ആരും കേട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. പലരും ഇത് ഇങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. അപ്പൊ പാട്രിപാസനിസം എന്താണെന്നുള്ളത് പറയണം. അപ്പൊ ഞാൻ ആ കാര്യോട് പറയാം. ഓക്കെ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞാല് ഇതേ സെയിം ക്വസ്റ്റ്യൻ പലയിടത്തും അങ്ങനെ ചോദിക്കാൻ പറ്റും. കുരിശിൽ മരിച്ചത് കർത്താവായ യേശുക്രിസ്തു അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ കുരിശിൽ സഫർ ചെയ്തത് പിതാവും പരിശുദ്ധാത്മാവും സഫർ ചെയ്തതും ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ ഡോഗ്മാറ്റിക് തിയോളജിയില് ഡോഗ്മാറ്റിക് തിയോളജിയിൽ പിതാവും സഫർ ചെയ്തു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. അപ്പൊ അന്നേരം തന്നെ അതിന് റിപ്ലൈ പറഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്രിപാസനിസം പിന്നീട് ഉന്നയിച്ചു, അല്ല ഞാൻ ചുമ്മാ അടിച്ചു വിടുവാന്ന് പറഞ്ഞു. ഞാൻ ഈ പുള്ളിയുടെ മുന്നിൽ വെച്ച് തന്നെ ഇതിന്റെ ബാക്കി ഞാൻ അന്നേരം റിപ്ലൈ പറഞ്ഞിട്ട് ഇത് പാട്രിപാസനിസം എന്ന ഹെറസിയാന്ന് പറയുന്നുണ്ട്. കേട്ടോ, ഡോഗ്മാറ്റിക് തിയോളജിയില് പറയട്ടെ, ഞാൻ പറയട്ടെ. പാട്രിപാസനിസം എന്നുള്ള ഹെറസിയാണ് പിതാവും ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. ആണോ ഒന്ന് പറഞ്ഞോട്ടെ, നമുക്ക് ഇതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു. ആണോ ഒന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് തർക്കം വേണ്ട. ഡിസംബ്രദറിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡിസംബ്രദം പറഞ്ഞിട്ട് പോക്കോട്ടെ. ബെഞ്ചി ബ്രോ അത് എതിർക്കണ്ട എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ. ഞാൻ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം വെക്കാം. അതായത് കർത്താവ് യേശുക്രിസ്തുവിന്റെ സഫറിങ്സിനെ പറ്റി ആയാലും ഈ പറയുന്ന യൂക്കറിസ്റ്റിനെ പറ്റി പറഞ്ഞാലും അതെല്ലാം കർത്താവും ഇപ്പം ട്രിനിറ്റിയും സഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ പിതാവും സഫർ ചെയ്തു പരിശുദ്ധാത്മാവും സഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഹെറസി ആയിട്ട് സഭ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. അതിനാണ് പാട്രിപാസനിസം എന്നുള്ള ഹെറസി. മനസ്സിലായി? അപ്പൊ അത് അങ്ങനെ പിതാവ് ഒരിക്കലും സഫർ ചെയ്തിട്ടില്ല, പരിശുദ്ധാത്മാവ് സഫർ ചെയ്ത് പുത്രനായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ വിഷയം വളരെ ഗഹനമായിട്ട് പറയാനുള്ളതാണ്. എനിക്ക് ഡിസംബറിനോട് പറയാനുള്ളത് കാൽസിഡോൺ കൗൺസിൽ വായിക്കുക. കാൽസിഡോൺ കൗൺസിൽ ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് ഉത്തരം സഭ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പൊ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ റെഡിയാണ് ഈ വിഷയത്തെ പറ്റി. എനിക്കൊരു വിഷയമില്ല. പക്ഷെ ഇത് വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള അങ്ങനെ ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ അത് ഹെറസിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ഹെറസിയായിട്ട് സഭ ഓൾറെഡി ഡിക്ലെയർ ചെയ്തതാണ്. 400 ഡിക്ലെയർ ചെയ്ത ഹെറസിയായിട്ട്. ഓക്കെ, അത് തർക്കമില്ല. അത് അപ്പൊ ഇത് അന്നേരം തന്നെ പറഞ്ഞതാണ്. പിന്നീട് ഈ പുള്ളി അവിടുന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടുന്ന് ധർമ്മദീപ്തി ഉൾപ്പെടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇത് ഇത്ര വലിയൊരു ഹെറസിയൊക്കെ അദ്ദേഹത്തിന്റെ നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. ധർമ്മദീപ്തിയൊക്കെ അവിടുന്ന് പറഞ്ഞത് പൊത്തിലിരുന്നല്ല, ഇദ്ദേഹം ഇവിടെ വന്നപ്പോ ഇവിടുന്ന് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു വിട്ട സംഭവമാണ്. ഇവിടുന്ന് നിങ്ങൾ പറഞ്ഞത് ഹെറസിയാണ്, പാട്രിപാസനിസമുള്ള ഹെറസിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വീണതാണ്. പിതാവും സഫർ ചെയ്തു, അങ്ങനെ ഒരു ഡോഗ്മ ഉണ്ടെന്നൊക്കെ അടിച്ചു വിട്ടത്. മനസ്സിലായോ? അപ്പൊ ഇതാണ്. അപ്പൊ ഇത് ബേസിക്കലി ഇതെന്താണ്, ഞാൻ ആ യൂക്കറിസ്റ്റിനെ പറ്റി മാത്രം ബേസിക്കലി പറഞ്ഞ് അവസാനിപ്പിക്കും. കാരണം ഇത് ആർക്കും ഒരു സംശയം തോന്നേണ്ട ആവശ്യമില്ല. ഈ CCC 324 അപ്പൊ നമ്മൾ CCC കോട്ട് ചെയ്യുന്നുണ്ടെ, CCയുടെ തൊട്ട് താഴെ ഇപ്പൊ എപ്പോഴും പറയാറുള്ളതാണ്, അത് ഒന്നുകൂടി ഞാൻ പറയാം. അതായത് CCCയുടെ തൊട്ട് താഴെ നമ്മൾ ഓരോ എടുക്കുമ്പോൾ നമ്പേഴ്സ് കാണും. 135, അതുപോലെ തന്നെ ഈ 136 എന്ന് പറയുന്ന മുകളിൽ ഒരു കോട്ട് ചെയ്തതിന്റെ മുകളിൽ നമ്പർ കാണും. നിങ്ങൾ തൊട്ട് താഴോട്ട് നോക്കുന്നുണ്ടെ ആ CCയുടെ ബുക്ക് എടുത്താൽ അതിനകത്തുള്ള എവിടെ നിന്നാണ് റെഫറൻസ്, ഓരോ കൗൺസിൽസ് മിക്കവാറും ഇതിനകത്തുനിന്ന് കാൽസിഡോൺ കൗൺസിൽ, ലാറ്ററൻ കൗൺസിൽ, ഇങ്ങനെ ഓരോരോ കൗൺസിൽസിനെ, ഫോർത്ത് ലാറ്ററൻ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സോഴ്സും താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ പറ്റും. അപ്പൊ CCC പറഞ്ഞിരിക്കുന്നത് ചുമ്മാ എന്തെങ്കിലും പറയുമല്ല, ഈ കൗൺസിൽസിന്റെ മജിസ്റ്റീരിയത്തിന്റെ ആധികാരിക രേഖകളിൽ നിന്ന് ഉദ്ധരിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂക്കാരിസ്റ്റ് എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുക. CCC 1324 പറഞ്ഞ് ഞാൻ വായിക്കാം. For in the blessed Eucharist is contained the whole spiritual good of the church, namely Christ himself, our Pesach. അപ്പൊ നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ട ക്രിസ്തു തന്നെ. അപ്പൊ ക്രിസ്തുവാണ് നമ്മുടെ പെസഹ. ആ ക്രിസ്തുവിനെയാണ് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തത് 1331 ഹോളി കമ്മ്യൂണിയൻ എന്താന്ന് പറയുമ്പോൾ, ഹോളി കമ്മ്യൂണിയൻ ബിക്കോസ് ബൈ ദിസ് സാക്രമെന്റ് വി യുണൈറ്റ് ourselves to Christ. ആരുടെ യുണൈറ്റ് ചെയ്യുന്നത്? ക്രിസ്തുവിനോടാണ് നമ്മൾ യുണൈറ്റഡ് ആകുന്നത്. ഹു മേക്സ് us sharers in his body and blood to form a single body. മനസ്സിലായോ? അപ്പൊ സഭ എന്നുള്ള സിംഗിൾ ബോഡിയിലേക്ക് നമ്മളെ, അത് ക്രിസ്തുവിന്റെ ശരീരം തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞത് ഹി മേക്സ് us sharers of
ബോഡി ആൻഡ് ബ്ലഡ്, ക്രിസ്തുവിന്റെ ശരീരവും രക്തത്തിന്റെയും ഷെയർസ് ആയി മാറുകയാണ്. അപ്പം യുണൈറ്റ് ourselves ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് നമ്മൾ 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 യുണൈറ്റ് ചെയ്യുന്നത്. അടുത്തത് 1333 പറയുന്നുണ്ട്, സയൻസ് ഓഫ് ബ്രെഡ് ആൻഡ് വൈൻ എന്ന് പറഞ്ഞത് പറയുന്നുണ്ട്. അതായത് at the heart of the Eucharistic celebration are the bread and wine that, by the words of Christ and the invocation of the Holy Spirit, becomes Christ, blood and body and blood. അപ്പോൾ ഇവിടെ എന്താണ്, അതായത് യൂക്കാരിസ്റ്റിക് സെലിബ്രേഷനിൽ അതിനകത്ത് ഏറ്റവും ഏറ്റവും ഹാർട്ട്, ഏറ്റവും ഏറ്റവും കാതലായിട്ടുള്ള, ഏറ്റവും ഏറ്റവും മധ്യത്തെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അത് ഹാർട്ട് ഓഫ് ദി യൂക്കാരിസ്റ്റിക് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് ബ്രെഡ് ആൻഡ് വൈൻ ആണ്. ബൈ ദ വേർഡ്സ് ഓഫ് ക്രൈസ്റ്റ്, അത് യേശുക്രിസ്തുവിന്റെ വാക്കുകളാലും, യേശുക്രിസ്തുവിന്റെ വാക്കാണ് നമ്മളോട് പറയുന്നത്, ഇതെന്റെ ശരീരം എന്റെ രക്തം എന്ന് പറയുന്ന കാര്യമാണ് പറയുന്നത്. ഓൾസോ ബൈ ദ ഇൻവൊക്കേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ എന്താണ്, ഇറ്റ് ബിക്കംസ് ദ ക്രൈസ്റ്റ് ബ്ലഡ് ആൻഡ് ബോഡി. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അടുത്തത് പറയുന്നത് ഈ 1337 പറയുന്ന ഭാഗമാണ്. ഹി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദ യൂക്കറിസ്റ്റ് ആസ് മെമ്മോറിയൽ ഓഫ് ഹിസ് ഡെത്ത് and his resurrection and commanded his apostles to celebrate until his return. അപ്പൊ യൂക്കറിസ്റ്റ് എന്തിനാണ്? അത് ആസ് എ മെമ്മോറിയൽ ഓഫ് ഹിസ് ഡെത്ത്, അവന്റെ ക്രിസ്തുവിന്റെ മരണത്തിന്റെ, ക്രിസ്തുവിന്റെയാണ്, ക്രിസ്തുവാ മരിച്ചത്, ക്രിസ്തുവാണ് കാൽവരി മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്. അപ്പൊ ക്രിസ്തുവിന്റെ ജീവിതം അത് പിന്നീട് അതൊക്കെ പറയുന്നുണ്ട്. യൂക്കറിസ്റ്റ് മെമ്മോറിയൽ ഓഫ് ഹിസ് ഡെത്ത് ആൻഡ് ഹിസ് റിസറക്ഷൻ ആൻഡ് കമാൻഡഡ് ഹിസ് അപ്പോസ്റ്റൽസ് ടു സെലിബ്രേറ്റ് അൺടിൽ ഹിസ്, ക്രിസ്തുവിന്റെ വരവ് വരെ, ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. അപ്പൊ അതിന്റെ മെമ്മോറിയലാണ്. മെമ്മോറിയൽ മാത്രമാണോ? അല്ല, അതിന്റെ ബാക്കി ഭാഗം കൊണ്ട് അതൊരു വായിക്കാം. അപ്പം 1337 പറയുന്നത് എന്താണ്? ഹി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് യൂക്കറിസ്റ്റ് ആസ് എ മെമ്മോറിയൽ ഓഫ് ഹിസ് ഡെത്ത്. അല്ലെ, മരിച്ചത് ക്രിസ്തുവാണ്, മരിച്ചത് പിതാവല്ല, മരിച്ചത് പരിശുദ്ധാത്മാവും അല്ല, യേശു ക്രിസ്തുവാണ് മരിച്ചത് യേശു ക്രിസ്തുവാണ്. ആൻഡ് അവന്റെ മരണം, അവന്റെ ഉത്ഥാനം, അവന്റെ രണ്ടാം വരവ് വരെ ഉള്ള ടൈം വരെ ആചരിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് ഈ യൂക്കറിസ്റ്റ്. പിന്നെ 1338 പറഞ്ഞു, ക്രൈസ്റ്റ് കോൾഡ് ഹിംസെൽഫ് ദ ബ്രെഡ് ഓഫ് ലൈഫ് കെയിം ഡൗൺ ഫ്രം ഹെവൻ. അപ്പൊ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. അപ്പൊ യേശു ക്രിസ്തു തന്നെ ഞാനാണെന്നാ പറയുന്നത്. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് അത് പിതാവല്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവല്ല. അതുകൊണ്ട് ട്രിനിറ്റി നമ്മൾ വ്യക്തമായിട്ട് വ്യതിരിക്ത വ്യക്തികളാണെന്ന് പറയുന്നത്. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്, പിതാവല്ല പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇത് 3 വ്യതിരിക്ത വ്യക്തികളാണ്. അവർ ഒരൊറ്റ ഊസിയയിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. പക്ഷെ ആ ഊസിയ എന്ന് പറഞ്ഞത് അതാണ് 253 പറയുന്നത്. അവർ ഡിവൈഡ് ചെയ്യപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഊസിയ ഉണ്ട്, ആ ഊസിയ പകുത്തിട്ട് 3 പേരെടുത്തതല്ല അത്. അവര് ഈ യേശു പുത്രൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ, പുത്രൻ തമ്പുരാൻ ഹിംസെൽഫ് ഈസ് ഗോഡ്, അവൻ ഈസ് ഫുള്ളി പെർഫെക്റ്റ് ഗോഡ്. അപ്പൊ ഊസിയ മുഴുവൻ അവനിലുണ്ട്. ആ ഊസിയ എന്താണ്? അത് തന്നെയാണ് പിതാവിലും ഉള്ളത്. ആ പിതാവ് എന്താണ്? അത് തന്നെയാണ് പുത്രൻ. ആ പുത്രൻ എന്താണ്? അത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ ഊസിയ ഡിവൈഡ് ചെയ്തെടുക്കുകയല്ല. അപ്പം ആ ഊസിയ എന്താണ്? അത് പിതാവ് എന്താണ്? അത് തന്നെ പുത്രൻ, അത് തന്നെയാണ് പിതാവ്. പുത്രൻ എന്താണ്? അത് തന്നെയാണ് പരിശുദ്ധാത്മാ. അപ്പൊ ഊസിയ എന്നുള്ളത് അവർ ഡിവൈഡ് ചെയ്തെടുക്കുന്നതല്ലെന്നും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ യേശുക്രിസ്തു പറയുന്നത്? ഞാനാണ് ജീവന്റെ അപ്പം എന്നാ പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. നമ്മുടെ സ്വർഗസ്വനായ പിതാവെ പറയുമ്പോൾ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നത് അവിടെ എപ്പിയൂസിയോസ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന്, ഫ്രം അബവ് എന്നുള്ള അർത്ഥം മതി. ഊസിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്താണ്? അത് തന്നെയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് തരണമെന്നാണ് പറയുന്നത്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം മാത്രമല്ല 1337 പറയുന്നത്, ജീസസ് chose the time of Passover to fulfill what he has announced at Capernaum, giving his disciples his body and blood. അപ്പൊ ഇവിടെ എന്താണ്? ഈ കപർദഭൂമിൽ നേരത്തെ അവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് കർത്താവ് ഇവിടെ കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? എന്താണ്? തന്റെ ശരീരവും തന്റെ രക്തവുമാണ്. അപ്പൊ ഇത് ബോഡിയും ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ പിന്നെ മാത്രമല്ല അവിടെ അതിന്റെ തൊട്ട് താഴെ പറഞ്ഞ ദിസ് ഇസ് മൈ ബോഡി എന്നുള്ള പറഞ്ഞ കർത്താവ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാക്കുകളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ 1341 പറഞ്ഞു കേട്ടോണം, അവിടെ പറയുന്നത് മെമ്മോറിയൽ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ലൈഫ്, ഹിസ് ഡെത്ത് ആൻഡ് ഹിസ് റിസറക്ഷൻ. അപ്പൊ ഇവിടെ പറയുന്നത് കമാൻഡ് ഓഫ് ജീസസ് ടു റിപ്പീറ്റ് ഹിസ് ആക്ഷൻ ആൻഡ് വേർഡ്സ് അൺടിൽ ഹി കംസ് ഡസ് നോട്ട് ഓൺലി ആസ്ക് us to remember Jesus and what he did. It is directed at the liturgical celebration by the apostles and success of the memorial of Christ, of his life, of his death, of his resurrection and of his intercession in the presence of Father. അപ്പം ഈ കർത്താവിന്റെ മരണത്തെപ്പറ്റി, അവന്റെ പുനരുത്ഥാനത്തെപ്പറ്റി, അവന്റെ ഇന്ന് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നത്, പക്ഷപാതം ചെയ്ത് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് ഓൾ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ പറ്റിയാണ് ഈ യൂക്കറിസ്റ്റ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 1346 പറയുന്നത് കേട്ടോണം, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദ ലിറ്റർജി, അതിന്റെ 3ാമത്തെ പാർട്ട്, ദ ലിറ്റർജി ഓഫ് ദ വേർഡ് ആൻഡ് ദ ലിറ്റർജി ഓഫ് ദ യൂക്കാരിസ്റ്റ് ടുഗദർ ഫോം വൺ സിംഗിൾ ആക്ട് ഓഫ് വർഷിപ്പ്. അതായത് നമ്മുടെ കുർബാനയിൽ ലിറ്റർജി ഓഫ് വേർഡ് ഒരു ബിഗസ്റ്റ് പാർട്ടാണ്, അതുപോലെ ലിറ്റർജി ഓഫ് യൂക്കറിസ്റ്റ് രണ്ടും ഉണ്ട്. ലിറ്റർജി ഓഫ് വേർഡും ഉണ്ട്, ലിറ്റർജി ഓഫ് യൂക്കാരിസ്റ്റും ഉണ്ട്. അത് ദാറ്റ് ടുഗദർ ഫോംസ് വൺ സിംഗിൾ ആക്ട് ഓഫ് വർഷിപ്പ്. അതായത് ദി യൂക്കാരിസ്റ്റിക് ടേബിൾ സെറ്റ് ഫോർ us ഈസ് ദ ടേബിൾ ബോത്ത് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ദി ബോഡി ഓഫ്
ലോഡ്. അപ്പം യൂക്കറിസ്റ്റിക് ടേബിൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ടേബിൾ, നമ്മുടെ മുമ്പിലുള്ള ആ മേശ എന്ന് പറയുന്നത് എന്താണ്? അതിനകത്തിൽ വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്. ടേബിൾ ഓഫ് ബോത്ത് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ദ ബോഡി ഓഫ് ദി ലോഡ് ആണെന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. 1353 പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. എപ്പിക്ലസിസ്. എപ്പിക്ലസിസ് എന്ന് പറഞ്ഞാൽ the Christ asked Father to send His Holy Spirit, all the power of these blessings on the bread and the wine, so that by His power they may become the body and blood of Jesus Christ. മനസ്സിലായല്ലോ? അതായത് എപ്പിക്ലസിസിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഇൻവൊക്കേഷൻ ആണ്. ഈ പരിശുദ്ധാത്മാവിനെ ഇൻവോക്ക് ചെയ്തിട്ട് ആവാഹനത്തിലൂടെ അത് ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആയി തീരുന്നു എന്നുള്ളതാണ്. അത് പിതാവിനോട് നമ്മൾ ചോദിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അയക്കാൻ വേണ്ടി ഇൻവോക്ക് ചെയ്തിട്ട് അത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എപ്പിക്ലസിസ് എന്നുള്ള ഏറ്റവും പ്രധാനം, അനംനസിസ് എന്നുള്ള ഭാഗമുണ്ട്, അതുകൊണ്ട് എപ്പിക്ലസിസ് എന്നുള്ള ഭാഗമുണ്ട്. അപ്പം പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഇതിനകത്തുള്ളതാണ് അനംനസിസ് എന്നുള്ളത്. അനംനസിസ് എന്നുള്ളത് അതിനകത്തിൽ ഈ പറയുന്ന ഈ ടൈമിൽ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന അർത്ഥത്തിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. നമ്മൾ വി ഗോ ബാക്ക് ടു ദറ്റ് മാളികപുരി, അതായത് കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ പൗലോസ്ലീഹയും അത് റീട്രേറ്റ് ചെയ്യുമ്പം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നതിനാൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഈ പൗലോസ്ലീഹ പറയുന്നത് പുതിയൊരു സംഭവം ഏൽപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹയ്ക്ക് ഒരു ഇത് കിട്ടി, അതങ്ങ് പുതുതായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എവിടെയാണ് പോകുന്നത്? ഈ ഗോസ് ബാക്ക് ടു ദാറ്റ് സെയിം ഓൾഡ് ഡേ വെൻ ദ ലോർഡ് വാസ് ക്രൂസിഫൈഡ്. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ when he was captured, ആ ദിവസത്തേക്ക് തിരിച്ചു പോവുകയാണ്. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നിർക്കുന്ന പറയുന്നത്. അപ്പൊ എന്താണ് അനംനസിസ് ആണ്. ചർച്ച് കോൾസ് ഇറ്റ് ടു മൈൻഡ് ദ പാഷൻ. എന്തൊക്കെയാ പറയുക? പാഷൻ ആണ് കർത്താവിന്റെ കഷ്ടാനുഭവം, കർത്താവിന്റെ റിസറക്ഷൻ ആൻഡ് ഗ്ലോറിയസ് റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ്. ഷീ റെപ്രസെന്റ്സ് ടു ഫാദർ ദ ഓഫറിംഗ് ഓഫ് ഹിസ് സൺ വിച്ച് റീകൺസൈൽസ് us to him. അപ്പൊ ഈ കർത്താവ് വന്ന് ഓഫർ ചെയ്ത ആ ബലിയെ നമ്മൾ പിതാവിന് ഓഫർ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഇവിടെ നടക്കുന്നത്. ഇവിടെ there is a presence of the Holy Trinity in the Eucharistic celebration. അതാണ്. അല്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് ഈ അപ്പം എടുത്തിട്ട് അല്ലെങ്കിൽ തിരിച്ചറി രക്തങ്ങൾ അല്ലെ അപ്പവും വീഞ്ഞും എടുത്ത് വെച്ചിട്ട് പരിശുദ്ധാത്മാവിനെ ഇൻവോക്ക് ചെയ്തിട്ട് വി ആർ ഓഫറിംഗ് ദാറ്റ് സാക്രിഫൈസ്. കർത്താവ് ഓഫർ ചെയ്ത സാക്രിഫൈസ് വി ഓഫർ. ഇറ്റ് ഈസ് എ റീ റെപ്രസെന്റേഷൻ ഓഫ് ദ സാക്രിഫൈസ്. കർത്താവ് എന്ത് ചെയ്തു? അതിന്റെ റീ റെപ്രസെന്റേഷൻ ആണ്. അത് എടുത്തിട്ട് പിതാവിനാണ് നമ്മളത് ഓഫർ ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി. അപ്പം ട്രിനിറ്റേറിയൻ വർഷിപ്പാണ് അവിടെ ഉള്ളത്. ട്രിനിറ്റേറിയൻ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ശരീരം രക്തമാണ്. അത് ആ കർത്താവിനെയാണ്, യേശു കർത്താവിന്റെ ശരീരം രക്തമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അത് പിതാവിനെയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെയും ഭക്ഷിക്കുന്നു എന്ന ചോദ്യം തന്നെ അവിടെ വരുന്നില്ല. അതൊക്കെ അനാവശ്യ ചോദ്യമാണ്. ഇത് ഹെററ്റിക് ചിന്തകളിൽ നിന്ന്, അതായത് ഈ പാട്രിക് പാസനിസം പോലുള്ള ഹെറസിയിൽ നിന്നും അത്തരത്തിലുള്ള തെറ്റ പിതാവ് സഫർ ചെയ്തു. അപ്പൊ എന്തുകൊണ്ട് ആ ചോദ്യം ഞാൻ അവിടെ ചോദിച്ചെന്ന് വെച്ചാൽ ഈ അൾട്ടിമേറ്റ്ലി ഈ കർത്താവിന്റെ ശരീരം രക്തം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തം, എന്റെ ശരീരം എന്ന് പറയുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് റിയാലിറ്റി നടന്നത് കാൽവരി ക്രൂശിലാണ് നടന്നത്. ആ കാൽവരി ക്രൂശിൽ പിതാവല്ല ക്രൂശിക്കപ്പെട്ടത്, പിതാവല്ല സഫർ ചെയ്തത്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവല്ല സഫർ ചെയ്തത്. പുത്രൻ തമ്പുരാനായ യേശു ക്രിസ്തു വ്യതിരിക്ത വ്യക്തിയായ, ട്രിനിറ്റിയിൽ വ്യതിരിക്ത വ്യക്തിയായ പുത്രൻ തമ്പുരാനാണ് ക്രൂശിക്കപ്പെട്ടത്. പുത്രൻ തമ്പുരാൻ മാത്രമാണ് തന്റെ ജഡത്തിലാണ് മരണശിക്ഷ അനുഭവിച്ചത്, അല്ലാതെ ഡിവിനിറ്റിയിലല്ല മരണശിക്ഷ അനുഭവിച്ചത്, ജഡത്തിലാണ് മരണശിക്ഷ അനുഭവിച്ചത്. അപ്പം ജഡത്തിലാണ് കഷ്ടം അനുഭവിച്ചത്. ആ കഷ്ടം പിതാവ് അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് പുത്രനും അല്ല പരിശുദ്ധാത്മാവ് അനുഭവിച്ചിട്ടില്ല. പുത്രൻ തമ്പുരാനാണ് ആ കഷ്ടാനുഭവത്തിലൂടെ കടന്നുപോയത്. അത് പുത്രൻ തമ്പുരാന്റെ കഷ്ടാനുഭവമാണ്. അപ്പം അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ജേജി അവിടെ തന്നെ പോയിട്ട് ഡിസംബറിനോട് ചോദിച്ചു, ഇതേ ചോദ്യം ഞാൻ പറയില്ല, മറ്റേ പലയിടത്തും ചോദിക്കുക. ജേജ കൃത്യമായ ചോദ്യം അവിടെ പോയിട്ട് ജിസനോട് ചോദിച്ചു. അതായത് ജേജ പ്രതി ചോദിച്ചു, ഈ ജനിച്ച സമയത്ത്, മാതാവിന്റെ ഉള്ളിൽ ജനിച്ച സമയത്ത് ഈ പറയുന്ന പോലെ ഈ പുത്രൻ അല്ല പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഭക്ഷിച്ചു, അതൊറ്റ ഊസിയാന്നൊക്കെ പറയുമ്പോൾ ഇതേ കാര്യം ആപ്ലിക്കബിൾ അല്ലേ ജനിച്ചപ്പോൾ, മാതാവിന്റെ ഉദരത്തിൽ വന്നപ്പോൾ പിതാവ് ഉണ്ടായിരുന്നോ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നോ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിലൊന്നും കൃത്യമായ ഉത്തരം പുള്ളിക്ക് പറയുന്നില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ജനിച്ചവൻ പുത്രനാണ്, അല്ലാതെ ഈ പെരിക്രോസിസ് എടുത്ത് അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. അതാണ് അപ്പം ബേസിക്കലി ഫണ്ടമെന്റലി ഈ ഡോക്ട്രിൻസ് എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ പറയുന്നത്. സഭ ഒരു ബൗണ്ടറി ഈ വക കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനപ്പുറം കടന്നൊരു ഡീപ് തിയോളജി പറയേണ്ട ആവശ്യം ആർക്കുമില്ല. അങ്ങനെ ഡീപ് തിയോളജി പറയുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളാണ് ഇത്തരം ഹെറസീസ്. ഇപ്പൊ ഈ ഹെറസിയിലേക്ക് പോകേണ്ട കാരണം എന്താണ്? സഭ പറഞ്ഞ ബൗണ്ടറിക്ക് അപ്പുറം കടന്നിട്ട് പോകുന്നതാണ്. ഇനി ബാക്കി വായിക്കാം. 1355 CCC 1355 പറയുന്നത്, in the communion and the preceded by the Lord's prayer and the breaking of the bread, the faithful receive the bread of heaven, the cup of salvation. എന്നിട്ട് പറയാണ് അത് റിസീവ് ബ്രെഡ് ഓഫ് ഹെവൻ, അതിന് എപ്പിയൂസിയൂസ് അവിടുന്ന് വന്ന അതാണ്. അപ്പൊ ആ കർത്താവിനെയാണ് റിസീവ് ചെയ്യുന്നത്. ബ്രെഡ് ഓഫ് ഹെവൻ ആണ്, ദ കപ്പ് ഓഫ് സാൽവേഷൻ ആണ്. എന്നിട്ട് പറയുന്നത് ദ ബോഡി ആൻഡ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഹു സഫേർഡ്, ഹു ഓഫർഡ് ഹിംസെൽഫ് ഫോർ ദ ലൈഫ് ഓഫ് ദ ഹോൾ വേൾഡ്. പിതാവിനെ അല്ല
പിതാവല്ല ഓഫർ ചെയ്ത ഹിംസെൽഫ്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവല്ല ഓഫർ ചെയ്തത്. ഇറ്റ് ഇസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ ആ എപ്പിയൂസിയോസ് ആയ ആ കർത്താവായ യേശു ക്രിസ്തു ആണ്. മനസ്സിലായോ? അപ്പം ബോഡി ആൻഡ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഓഫർഡ് ഹിംസെൽഫ് ഫോർ ദ ലൈഫ് ഓഫ് ദ വേൾഡ്. അപ്പൊ വളരെ ഇവിടെ ഒരിടത്തും പരിശുദ്ധാത്മാവിനെയും പിതാവിനെയും ഭക്ഷിക്കുന്ന ഒരു കാര്യം പറയുന്നില്ല. എവിടെയെങ്കിലും എഴുതിയിട്ട് എടുത്തുണ്ടോ? എവിടെയെങ്കിലും ഡോക്മാറ്റിക്കൽ പറഞ്ഞ എടുത്തുണ്ടോ? വെല്ലുവിളിക്കുക മറ്റേ ടിസനെ. ഇവിടെ എല്ലായിടത്തും പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശരീരം രക്തമാണെന്നാ പറയുന്നത്, അല്ലാതെ യേശു ക്രിസ്തുവിനെ റിസീവ് ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒന്നുകൂടി വായിക്കാം. ദ ഫെയ്ത്ത്ഫുൾ റിസീവ്. എന്താണ് നിങ്ങൾ എന്താ റിസീവ് ചെയ്യുന്നത്? അതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം. ദ ഫെയ്ത്ത്ഫുൾ റിസീവ് ദ ബ്രെഡ് ഓഫ് ഹെവൻ ആൻഡ് ദ കപ്പ് ഓഫ് സാൽവേഷൻ, ദ ബോഡി ആൻഡ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഹു ഓഫർഡ് ഹിംസെൽഫ് ഫോർ ദ ലൈഫ് ഓഫ് ദ വേൾഡ്. അപ്പം ഈ ഫെയ്ത്ത്ഫുൾസ്, നമ്മൾ ഓരോരുത്തരും ഫെയ്ത്ത്ഫുൾസ് ആണ്. കാത്തോലിക് സഭയിലുള്ള ഓരോ വിശ്വാസിയും ഈ യൂക്കറിസ്റ്റ്, ഈ തിരുവോസ്തി നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ എന്തോ സ്വീകരിക്കുന്നത്? ദ ബ്രെഡ് ഓഫ് ഹെവൻ ആണ്, അത് കർത്താവ് യേശു ക്രിസ്തു ആണ്. ദ കപ്പ് ഓഫ് സാൽവേഷൻ, അത് കർത്താവിന്റെ പുതിയ നിയമത്തിലുള്ള രക്തമാണ്. അതാണ്. എന്നിട്ട് പറയുവാണ് ദ ബോഡി ആൻഡ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഓഫർഡ് ഹിംസെൽഫ് ഫോർ ദ ലൈഫ് ഓഫ് ദ വേൾഡ്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു ഭാഗമുണ്ട്. 1327 ഭാഗമായിട്ട് പറയുന്നുണ്ട്. ബിക്കോസ് ദിസ് ബ്രെഡ് ആൻഡ് ദ വൈൻ ഹാവ് ബീൻ മെയ്ഡ് യൂക്കറിസ്റ്റഡ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ യൂക്കറിസ്റ്റഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ബിക്കോസ് ദിസ് ബ്രെഡ് ആൻഡ് വൈൻ ഹാസ് ബീൻ മെയ്ഡ് യൂക്കറിസ്റ്റ്, അതായത് കർത്താവ് ശരീരം രക്തമായി തീരും. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ലിറ്റർജി പറയുന്നത് ഇത് യേശു ക്രിസ്തുവിന്റെ ശരീരം രക്തമായി, ഞങ്ങൾ മലങ്കര കത്തോലിക്ക ഞങ്ങളുടെ ലിറ്റർജി പറയുന്നത് ഇത് കർത്താവിന്റെ ശരീരം രക്തമായി തീരട്ടെ എന്ന് തന്നെ പറയുന്നുണ്ട്. ഇത് തീരട്ടെ, ഇത് യേശു ക്രിസ്തുവിന്റെ ശരീരം രക്തമായി തീരട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇത് കർത്താവിന്റെ ശരീരം രക്തമാണ്. അടുത്തത് 1356 പറയുന്നുണ്ട്. അവിടെ ഈ സാക്രമെന്റൽ സാക്രിഫൈസ് എന്താണെന്നും താങ്ക്സ് ഗിവിംഗും മെമ്മോറിയലും പ്രസൻസും ആണെന്നുള്ളത് പറയുകയാണ്. എന്തിന്റെ പ്രസൻസ് ആണ് കേട്ടോണം? അതായത് സാക്രമെന്റൽ സാക്രിഫൈസ് ആണ് ഈ യൂക്കറിസ്റ്റ്, അതായത് ഈ നമ്മുടെ ഈ ദിവ്യബലി എന്നുള്ളത്. അത് എന്താണ്? എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് താങ്ക്സ് ഗിവിംഗ്, അപ്പൊ അത് സ്തോത്രം ചെയ്യുന്ന ശുശ്രൂഷയാണ്. മെമ്മോറിയലാണ്, കർത്താവിന്റെ ഓർമ്മയെ പറ്റിയുള്ളതാണ്. ഓൾസോ ഇറ്റ് ഇസ് പ്രസൻസ്, കർത്താവിന്റെ പ്രസൻസ് ആണ്. എന്നിട്ട് 1356 വായിക്കാം. If from the beginning Christians have celebrated the Eucharist in a form whose substance has not changed despite the great diversity of the times of liturgy, it is because we have known ourselves to be bound by the command of the Lord gave on the eve of the passion. Do this in remembrance. അപ്പൊ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഓർമ്മയെ പറ്റി ഓൾറെഡി വരുന്നുണ്ട്. താങ്ക്സ് മെമ്മോറിയൽ ഭാഗമായിട്ട് വരുന്നുണ്ട്. 1357 പറയുവാണ്, we carry out this command of the Lord by celebrating the memorial of his sacrifice. അപ്പൊ മെമ്മോറിയൽ ഇമ്പോർട്ടന്റ് ആണ്. In doing so we offer to Father. അപ്പൊ കേട്ടോണം, അപ്പൊ നമ്മൾ ഈ ദിവ്യബലി എന്തായിരുന്നു? വി ആർ ഓഫറിംഗ് ഇറ്റ് ടു ദ ഫാദർ. പിതാവിന് നമ്മൾ ഇത് സമർപ്പിക്കുക. വി ഓഫർ ഇറ്റ് ടു ദ ഫാദർ വാട്ട് ഹി ഹിംസെൽഫ് ഗിവൺ us. കർത്താവ് നമുക്ക് തന്നത്, നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട, നമുക്ക് വേണ്ടി തന്ന എന്റെ ശരീരം എന്റെ രക്തം എന്ന് പറഞ്ഞ് തന്നത് വി ആർ ഓഫറിംഗ് അൺ ടു ദ ഫാദർ by the power of the Holy Spirit and by the words of Jesus. അപ്പൊ രണ്ട് കാര്യമാണുള്ളത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ബൈ ഇൻവോക്കേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബൈ ദ വേർഡ്സ്. കർത്താവിന്റെ വാക്കുകൾ തന്നെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ബൈ ദ വേർഡ്സ് ഓഫ് ജീസസ് ആൻഡ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹാവ് ബിക്കം ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഇസ് ദസ് റിയലി മിസ്റ്റീരിയസ്ലി മെയ്ഡ് പ്രസന്റ്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള തിയോളജി. അപ്പൊ ഇതിനകത്ത് ആരാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ക്രിസ്തുവാണ് പ്രസന്റ്. ക്രൈസ്റ്റ് ഇസ് റിയലി thus really and mysteriously made present. എന്നിട്ട് ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനമായിട്ട് വായിക്കേണ്ട ഭാഗം, 1358. We must therefore consider the Eucharist as എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് യൂക്കറിസ്റ്റ് എന്താണെന്ന് പറയും. We must therefore consider the Eucharist as എന്ന് ആദ്യം പറഞ്ഞു. താങ്ക്സ് ഗിവിംഗ് ആൻഡ് പ്രൈസ് ടു ദ ഫാദർ. പിതാവിനെ സ്തോത്രം ചെയ്യുകയും പിതാവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ആ മെയിൻ ഭാഗമാണ് ഈ പറഞ്ഞ യൂക്കറിസ്റ്റ്. അടുത്തത് ദ സാക്രിഫിഷ്യൽ മെമ്മോറിയൽ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ബോഡി. അപ്പൊ ഇത് സാക്രിഫിഷ്യൽ മെമ്മോറിയൽ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അവന്റെ ശരീരത്തിന്റെയും സാക്രിഫിഷ്യൽ മെമ്മോറിയൽ ആണ്. അടുത്തത് മൂന്നാമത്തെ എന്താണ്? അപ്പൊ ഒന്ന് താങ്ക്സ് ഗിവിംഗ് ആണ്, അത് നേരത്തെ ഞാൻ പറഞ്ഞത്. താങ്ക്സ് ഗിവിംഗ് ആണ്, പ്രൈസ് ടു ദ ഫാദർ ആണ്, അതുപോലെ തന്നെ സാക്രിഫിഷ്യൽ മെമ്മോറിയൽ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ബോഡിയാണ്. മൂന്നാമത് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ബൈ ദ പവർ ഓഫ് ഹിസ് വേർഡ് ആൻഡ് ഹിസ് സ്പിരിറ്റ്. അപ്പം എന്താണ് പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ പ്രസൻസ് ആണ്, ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് ഇതിൽ യൂക്കറിസ്റ്റ് ഉള്ളത്. എങ്ങനെയാണ് പറ്റിയത്? ബൈ ദ പവർ ഓഫ് ഹിസ് വേർഡ്. കർത്താവ് തന്നെ പറഞ്ഞത് ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം എന്നുള്ള അതേ വാക്കുകളാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ വാക്കുകളിലൂടെയും ഓൾസോ ബൈ ഹിസ് സ്പിരിറ്റ്, അവന്റെ ആത്മാവ്, അതന്നെ പരിശുദ്ധാത്മാവ് അവന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പം ഈ പരിശുദ്ധാത്മാവിനെ ഇൻവോക്ക് ചെയ്യാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇതിലേക്ക് ആവസിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഇൻവോക്കേഷനിലൂടെയും യേശുക്രിസ്തുവിന്റെ പറഞ്ഞ അതേ ആ വാക്കുകളിലൂടെയും എങ്ങനെയാണ് ക്രിസ്തുവിന്റെ പ്രസൻസ് അതിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പൊ അത് യേശുക്രിസ്തുവിന്റെ പ്രസൻസ് ആണ്. അവിടെ നമ്മൾ ഭക്ഷിക്കുന്നത് പിതാവിനെയും അല്ല പരിശുദ്ധാത്മാവിനെയും അല്ല. വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നത് ഇത് മാത്രമാണ്. ഇതിനപ്പുറം സഭ ഇത് വളരെ കൃത്യമായിട്ട് നിർവചിച്ചു വെച്ചാൽ ഇതിനപ്പുറം പിതാവിനെ ഭക്ഷിച്ചെന്നോ പരിശുദ്ധാത്മാവിനെ ഭക്ഷിച്ചെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയണം, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ വർത്താനോട് പറയേണ്ട ആവശ്യമില്ല. സഭ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായും ചോദിച്ചത് പാട്രിപ്പാസനിസം എന്നുള്ള കാര്യം വലിയ പറയുന്നത് അതിന്റെ ഭാഗമല്ല ഇതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പിതാവും സഫർ ചെയ്തു എന്ന് ഡോക്മയിലുണ്ടെന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യമില്ല.
ഡോക്മാർ ഒരു കാര്യമില്ല. അത് മാത്രമേ സഭ ശപിച്ചു തള്ളിയ ഒരു ഹെറസിയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹത്തിന് ഇങ്ങനെ പറ്റാൻ പാടില്ലായിരുന്നു. നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. നമ്മൾ ഇത്രയും നാളും നമ്മൾ പലപ്പോഴും വിഷയങ്ങളൊക്കെ പലരുമായിട്ടൊക്കെ പേഴ്സണലി നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാനുമായിട്ട് അദ്ദേഹത്തിന് ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും അവിടെ പോയിട്ട് പുള്ളി സപ്പോർട്ട് ചെയ്യാറൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇങ്ങനെ വന്നിട്ട് അബദ്ധം പറയുന്നത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം തുടക്കം തന്നെ പറഞ്ഞത് യേശുവിന് തന്തയില്ലെന്നാ പറഞ്ഞു. തന്തയില്ലാത്ത ഒരുത്തനുള്ള യേശുവാന്നാ പറഞ്ഞു. അത് വീണ്ടും വീണ്ടും പറഞ്ഞ് മെഴുകി അവിടം തൊട്ടേ അവരെ നാക്ക് തെറ്റിപ്പോയി. അവിടെ നാക്കെ കയറി പിശാച് കയറി പിടിച്ചു. പിന്നെ പറഞ്ഞ മൊത്തം ഹെർസി, മുഴുത്ത ഹെർസിയാ പറഞ്ഞത്. സെബലിനിസം പറഞ്ഞു, അതുപോലെ തന്നെ അരിനിസം പറഞ്ഞു. രണ്ടും അൾട്രാ ഓപ്പോസിറ്റ് ആണ്. അതാ ഞാൻ ചോദിച്ചത്. പിന്നെ അതിന് ട്രൈറ്റിസം പറഞ്ഞു. പിന്നെ പാട്രിപാസനിസം ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സെബലിനിസം. ഞാൻ വിചാരിക്കുന്ന അൾട്ടിമേറ്റ്ലി പുള്ളി ഹോൾഡ് ചെയ്യുന്നത് ഈ അരിനിസത്തിന് ചെറിയ എന്തൊക്കെയോ കാണും. അതുപോലെ തന്നെ ഈ സെബലിനിസവും ഈ പറഞ്ഞ പാട്രിപാസനിസം തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന കാരണമാണ്. എനിവേ, ഇത് അൾട്രാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹെറസീസ് പോലും ഇദ്ദേഹം ഒരുമിച്ച് ഇവിടെ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കേട്ടു. ഇങ്ങനെ പറയാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നു, യേശുക്രിസ്തുവിന് തന്തയില്ലാത്തവെന്ന് പറഞ്ഞതിൽ നിന്ന് തുടങ്ങിയതാണ് വികട സരസ്വതി അവന്റെ വായി കയറി, അവന്റെ നാവിൽ കയറി. വികട സരസ്വതി അവന്റെ നാവ് കയറി. അത് അവന്റെ ബാക്കി ഹെറസിയുടെ കൂമ്പാരാ പറഞ്ഞത്. ഇതാണ് പറ്റിയത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ അവിടെ ഇപ്പോൾ എഴുന്നിട്ട് നമ്മളെ വെല്ലുവിളിക്കുകയും നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ വാട, നിന്നെ വിഴുങ്ങി കളയും, അല്ലെങ്കിൽ നിന്നെ ഇപ്പം ഞാൻ മരത്തിൽ കയറ്റി കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചോണ്ടിരിക്കും. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് ഇദ്ദേഹത്തോട് ഞാനൊരു കത്തോലിക്കനോട് ഡിബേറ്റ് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അങ്ങനത്തെ ഒരു കാര്യം. പക്ഷെ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കും യാതൊരു നിർവാഹവുമില്ല. അല്ലെങ്കിൽ നമ്മളവിടെ ഇരിക്കില്ലായിരുന്നു. നമ്മളവിടെ പാനലിൽ ഇരുന്ന് പോയി. മാത്രമല്ല പറ്റിപ്പോയി. ഇദ്ദേഹം ഇത്രയും അബദ്ധം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്ന് പോയി. ഇല്ലായിരുന്നെങ്കിൽ എനിക്കകത്തുനിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടും. ഈ പുള്ളിയുടെ വായിലിരിക്കുന്നതെല്ലാം പുഞ്ചിന്ന് പറഞ്ഞ് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. ഞാൻ അബദ്ധത്തിൽ ഇവിടെ വന്നുപോയി. ആ സമയത്ത് അതിൽ പാനലിൽ ഇരുന്ന് പോയി. അതുകൊണ്ട് റിപ്ലൈ പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. മാത്രമല്ല നമ്മളുടെ വായി കോലിട്ട് കുത്തി അപ്പുറത്തിരുന്നിട്ട് ധർമ്മദീപ്തിയെയും ശിവപീഠികയിൽ ഉൾപ്പെടെ ഇരുത്തിയിട്ട് പറയുമ്പോൾ നമുക്ക് റിപ്ലൈ പറയാതിരിക്കാൻ പറ്റും. ടിസൺ എന്ന് പറഞ്ഞാൽ ആര് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ സഭയിലുള്ള മാർപ്പാപ്പയെ പഠിപ്പിക്കുന്നത് പറഞ്ഞു. അങ്ങനൊന്നും പറയണ്ട. ഞാൻ ഒരു മാർപ്പാപ്പയും പഠിപ്പിക്കാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരു അച്ഛനെയും പഠിപ്പിച്ചില്ല. ടിസൺ മാർപ്പാപ്പയും അല്ല, അച്ഛനുമല്ല, സാധാരണ ഒരാൾ. എന്നെ പോലെ ഒരു അൽമായൻ മാത്രമാണ് ഈ ടിസൺ. മനസ്സിലായോ? അതിനപ്പുറം ഒന്നുമല്ല ടിസൺ. അപ്പം ടിസൺ ഇപ്പൊ ആരായാലും ഇപ്പം ഇത്രയും വലിയ മുഴുത്ത ഇറച്ചി പറയുമ്പോൾ യേശുവിന് തന്തയില്ലാത്തവനാണെന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നത് എത്ര വലിയ മുഴുത്തനായാലും നമ്മളത് പറയും. അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ അതും നമ്മൾ ഞാൻ ഇന്നിപ്പോ പറഞ്ഞ ലെവലിലേക്ക് പറയാനായിട്ട് അന്നും ആഗ്രഹിച്ചില്ല, ഇന്നലെയും ആഗ്രഹിച്ചില്ല. പിന്നെയും നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഇത് വിട്ടുകളയാന്ന് വിചാരിച്ചാലും അൾട്ടിമേറ്റ്ലി ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതായത് കണ്ടോ അവൻ പറഞ്ഞത്, നമ്മൾ പറഞ്ഞതിനകത്ത് നമുക്ക് ന്യായീകരണം ഇല്ലാതെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് മാത്രം ഇത് പറയേണ്ടി വന്നേ. മാത്രമല്ല അപ്പുറത്ത് റൂം വിട്ട് ഇങ്ങനെ നമ്മളെ വിഴുങ്ങിക്കളയും, അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ അങ്ങ് ഈ പറഞ്ഞ പോലെ മറ്റേ ഈ ഭീഷണി മുഴക്കും, അവിടുന്ന് ബഹളം വെച്ച് ആ ഭീഷണിക്ക് ഒന്നും ഇവിടെ ആവശ്യമില്ല. ടിസം ബ്രദറെ, എനിക്ക് ടിസം ബ്രദർ ഒരു പ്രയാസമില്ലെന്ന് ടിസം ബ്രദറിനെ അറിയാം. ഇവിടെ എല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പോ ഇവിടെയുള്ള ഓരോ വ്യക്തി, ഇവിടെ ഞാൻ അസോസിയേറ്റ് നിൽക്കുന്ന ഇവിടെ സകല കത്തോലിക്കൽ ഓരോരുത്തരെ വിളിച്ചു, ഒരാൾ പോലും എനിക്ക് ടിസം ബ്രദർ എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് ഒരു വ്യക്തി പോലും പറയത്തില്ല, സാക്ഷ്യം പറയത്തില്ല. കാരണം ഞാൻ എപ്പോഴും ഇവനെ ഈ പരിസരത്ത് അടുപ്പിക്കലെന്ന് പറഞ്ഞിട്ടുള്ളവരോട് പോലും പറഞ്ഞിട്ടുള്ളത് വേണ്ട, നമുക്ക് പുള്ളി കൂടെ ചേർത്ത് നിൽക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും സഹോദരനെതിരെ ഞാൻ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്റെ മനസ്സിൽ പോലും ഇല്ല. പക്ഷേ ഇത്രയും ഹെറസ്യ പറഞ്ഞു പിടിപ്പിക്കുന്നു, പറയാതിരിക്കുന്നത് നിർവാഹമില്ല. അത് പറഞ്ഞതിന്റെ പേരിൽ ബുഞ്ചിന്ന് പറഞ്ഞ് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. മാത്രമല്ല താങ്കളോട് ഇതിന്റെ മേൽ ചർച്ചയ്ക്കും ഞാനില്ല. കാരണം ഇനി നിങ്ങൾക്ക് ഇത് മാറ്റി പറയാം. ഞങ്ങളിപ്പോൾ ഓൾറെഡി ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് നിങ്ങൾ തിരുത്താതിരിക്കുക. പുള്ളിയുടെ ഒരു രീതി അനുസരിച്ച് പുള്ളി തിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞു തന്നെ ന്യായീകരിച്ച് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല ബ്രദറെ. പറഞ്ഞത് മൊത്തം മുട്ടൻ ഹെറസിയ. ഈ പറഞ്ഞ ഹെറസി നിങ്ങൾ തിരുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തിരുത്തുക നിങ്ങളുടെ കാര്യമാണ്. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പലരും പറഞ്ഞായിട്ടാണ് ഞാൻ കേട്ടത്. അത് ഞാനും പറയാനുള്ളത് പറഞ്ഞിരിക്കുന്നു. ഇത് അത്ര അതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താണ്? കാരണം ഇനി ഇതിന്റെ പേര് ചർച്ചയുടെ ആവശ്യമില്ല. കാരണം ഇപ്പം ടിസൺ ബ്രദർ എന്ത് വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയമേ അല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ റൂം ഇവിടെ വന്നിരുന്ന് പറഞ്ഞതാണ് വിഷയം. അന്നേരം അങ്ങനെ അനാവശ്യം പറഞ്ഞതുകൊണ്ട്, ഇത്രയും ഹെറസി പറഞ്ഞതുകൊണ്ട് മാത്രമായി എതിർത്തല്ല. ടിസൺ ബ്രദറിനോട് അല്ലാതെ വ്യക്തി എന്നുള്ള നിലയിൽ ഒരു എതിർപ്പും ഇല്ല. സഹോദരൻ എന്നുള്ള നിലയിൽ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. മനസ്സിലായി? അത് ഇപ്പോഴും അതുണ്ട്, അതൊന്നും മാറിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു സ്വഭാവത്തിൽ മുന്നോട്ട് പോകല്ല. തെറ്റ് പറഞ്ഞാൽ തെറ്റ് തിരുത്താനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം. പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, തന്തയ്ക്ക് യേശു തന്തയില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ട് അതുപോലും തിരുത്താനുള്ള ഒരു മാന്യത കാണിക്കണം. മനസ്സിലായോ? അതിനെ ന്യായീകരിച്ച് മെഴുകിയിട്ടൊരു കാര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ തിരുത്തേണ്ടത്. നിങ്ങൾ അനാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വായിൽ നിന്ന് വേണ്ടാത്ത വർത്തമാനം, പിന്നെ ഇത്രയും ഹെറസ് നിങ്ങളുടെ വായിൽ നിന്ന് വീണത്. സെബലിനിസവും ട്രൈത്തിയസവും ആര്യനിസവും പിന്നെ പാട്രിപാസനിസവും ഇതെല്ലാം എങ്ങനെ ഒരുമിച്ച് വന്നെങ്ങനെ? ഇതെല്ലാം ഒരുമിച്ച് ചേരാത്ത ഹെറസീസ് ആണ്. അതാ ഏറ്റവും വലിയ കോമഡി. ഇതെങ്ങനെ നിങ്ങളുടെ വായിൽ നിന്ന് വന്നെങ്ങനെ? ഇത്രയും അബദ്ധം നിങ്ങൾ എങ്ങനെ പറഞ്ഞു പിടിപ്പിച്ചത്? കാരണം എന്താ? നിങ്ങളുടെ വായിൽ വികട സരസ്വതി കയറി. കാരണം എന്താ? യേശുവിനെ തന്തയില്ലാത്തതെന്ന് പറഞ്ഞു. ഇതാ ഞാൻ വിചാരിക്കുന്നത്. അല്ല, നിങ്ങൾ ഒരു ഹെറസി പഠിപ്പിക്കുന്ന വ്യക്തിയാണെന്നൊരു ധാരണയൊന്നും എനിക്കില്ല. നിങ്ങൾ വേണ്ടാത്ത വർത്താനം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ. ഞാൻ പിന്നെ മറ്റൊരു അഡ്വൈസോട് മറ്റേ ടിസൺ ബ്രദറിനോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും സ്വന്തമായിട്ട് ഈ ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിംഗ്, ബൈബിളിൽ തന്നെ പറയുന്ന വാക്യമാണ്.
സ്വന്തം ബുദ്ധിയിൽ വേരൂന്നരുത്. സ്വന്തം ബുദ്ധിയിൽ അതിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഡോക്മാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡോക്ടറിനുള്ള കാര്യങ്ങൾ സ്വന്തം ബുദ്ധിയിൽ വേരൂന്നരുത്. അതിന് പകരം സഭയുണ്ട്. ഇവിടെ ഈ 2000 വർഷമായിട്ട് സഭാപിതാക്കന്മാരുടെ എത്രയോ ഈ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെയും ഇന്നുള്ള ജീവനോടിരിക്കുന്നവരുടെ ഒക്കെ കളക്റ്റീവ് ആയിട്ടുള്ള ആ റിസോഴ്സസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തിനാണ് സ്വന്തം ബുദ്ധി വേരൂന്നി പോകുന്നത്? അതിനപ്പുറം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പുറം ഇല്ല ബ്രദറെ. സഭ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ഇത് യേശുവിന്റെ ശരീരം രക്തമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷിക്കുന്നത് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ തൊട്ട അടുത്ത വാക്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? പാട്രി പാസൻസ്, പിതാവും സഫർ ചെയ്തു എന്നുള്ള ഹെറസി പറയേണ്ടി വന്നത്. അപ്പൊ എപ്പോഴും ഇതൊരു ഓൾവേസ് എ ബൗണ്ടറി. ആ സീമ ലംഘിക്കില്ല. ആ അതിര് ലംഘിക്കരുത്. ആ അതിര് ലംഘിക്കാതെ ഈ സഭയുടെ പഠനത്തിനകത്ത് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സഭയെക്കാളും വലിയ ആളാകാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. സഭാപിതാക്കന്മാരുടെ റൈറ്റിംഗ്സിലും കൗൺസിൽസും കൂടുതൽ പഠിക്കുക. ഡിസിപ്ലിന് ക്ലാരിറ്റി കുറവുള്ള വിഷയങ്ങൾ എനിക്ക് മനസ്സിലായത് ട്രിനിറ്റിയെ പറ്റി ക്ലാരിറ്റി ഇല്ല, ക്രിസ്റ്റോളജിയും ക്ലാരിറ്റി ഇല്ല. കാസറോൺ കൗൺസിലും പിന്നെ നിക്കിയ കൗൺസിലും ഇങ്ങോട്ടുള്ള ഒരുപാട് ഇതുണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്. ഫോർത്ത് ലാറ്റിൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കണം, പഠിക്കണം. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇതിനകത്തിൽ നമ്മളൊരു എന്താ പറയണ്ട, ഒരു ഇച്ഛാഭംഗം ഒന്നും തോന്നേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് നിങ്ങളെ കൊണ്ട് പിശാച് പറയിപ്പിച്ചതാ. അല്ല, നിങ്ങൾ ഇത്രയും ഹെറസി പറയുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഇങ്ങനെ ഹെറസി പറഞ്ഞ കേട്ടിട്ടില്ല. നിങ്ങളുടെ വായിന്ന് നിങ്ങൾ വേണ്ടാത്ത വർത്താനം കർത്താവ് യേശുക്രിസ്തുവിനെതിരെ എന്നിട്ട് പറയുവാണ്, ഒറ്റ ജനിച്ചവൻ ആരുമില്ലെന്ന് പറഞ്ഞിട്ട് പറയുവാണ് ആരുമില്ല. അങ്ങനെയാണോ? അപ്പൊ ആദാമിന് ഭൗമികനായ ഒരു പിതാവുണ്ടോ? ഇല്ലല്ലോ. ഹൗവയ്ക്കുണ്ടോ ഭൗമികനായ പിതാവുണ്ടോ? ഇല്ല. അപ്പൊ ആ ആദാമിനെ പറ്റി മത്തായി സുവിശേഷത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവപുത്രനായ ആദാം എന്നാ പറഞ്ഞത്. ജീനോട് വന്ന് ആദാം ദൈവപുത്രൻ എന്നാ പറയുന്നത്. അപ്പൊ ആ ആദാമിൽ നിന്നും ആ മനുഷ്യനിൽ നിന്നാണ് സകല മനോരാശിയും വന്നിരിക്കുന്നത്. അപ്പൊ ആ ജീനോളജിയാണ് എല്ലാവരും വന്നിരിക്കുന്നത് ബേസിക്കലി. അപ്പൊ ആ ആദാമിന്റെ പിതാവ് ആരാണ്? ദൈവമാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി എല്ലാവരുടെയും പിതാവ്, സർവ്വത്തിന്റെയും പിതാവായ ദൈവം തന്നെയാണ്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ടെ ആ പിതാവിൽ നിന്നും ജനിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിന് തന്തയില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി സഹോദര? തന്തയില്ലെന്ന് പറയാനായിട്ട്? നിങ്ങൾക്ക് ഒരു തെറി ഒരുത്തൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിനെ യേശു ക്രിസ്തുവിന്റെ തന്തയ്ക്ക് പറയണ്ടെന്നാ പറയേണ്ടത്? ആരോണ്ട് ഒരാൾ തന്തയ്ക്ക് പറഞ്ഞു? നിങ്ങളും തന്തയ്ക്ക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്തയ്ക്ക് പറയാൻ പാടില്ല എന്ന് ഒരാളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ തന്തയ്ക്ക് പറഞ്ഞുകൊണ്ടായിരിക്കരുത്. വാക്കുകളുണ്ടല്ലോ, സൂക്ഷിച്ച് സംസാരിക്കണം. ദൈവത്തെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഒഫൻസീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് വെക്കരുത്. അപ്പൊ നാവിനെ കടിഞ്ഞാട്ട് കാക്കണം എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നാവിനെ കടിഞ്ഞാട്ട് കാക്കണം. മാത്രമല്ല, സഭ പഠിപ്പിക്കുന്ന ഉപദേശത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പഠിപ്പിക്കണം. നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല പ്രവൃത്തിയാണ്. ഞാൻ അതിനെ പലപ്പോഴും എൻഡോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. സഹോദരന്മാരുടെ ഇടയ്ക്കും പബ്ലിക്കിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അതിര് കടന്നു പോകുന്നു. സഭയുടെ പഠനങ്ങൾക്ക് വെളി ചാടുന്നു. അത് ചാടാൻ പാടില്ല. ചാടിയാൽ ഇതാണ് പ്രശ്നം. മനസ്സിലായി? 4 ഹെറസ് ഇങ്ങോട്ടേക്ക് വീണു. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു.